السلام عليكم ورحمة الله. الحمد لله الذي هدانا لهذا وما كنا لنهتدي لولا أن هدانا الله ونشهد أن لا إله إلا الله وحده لا شريك له ونشهد أن محمدا عبده ورسوله أرسله بالهدى ودين الحق ليظهره على الدين كله ولو كره المشركون. أما بعد فإن خير الحديث كتاب الله وخير الهدي هدي محمد صلى الله عليه وسلم وشر الأمور محدثاتها وكل محدثة بدعة وكل بدعة ضلالة وكل ضلالة في النار. يا أيها الذين آمنوا اتقوا الله حق تقاته ولا تموتن إلا وأنتم مسلمون. اللهم صل على محمد وعلى آل محمد كما صليت على إبراهيم وعلى آل إبراهيم إنك حميد مجيد. اللهم بارك على محمد وعلى آل محمد كما باركت على إبراهيم وعلى آل إبراهيم إنك حميد مجيد. أعوذ بالله من الشيطان الرجيم. بسم الله الرحمن الرحيم. ألف لام ميم. ذلك الكتاب لا ريب فيه هدى للمتقين. رب اشرح لي صدري ويسر لي أمري واحلل عقدة من لساني يفقهوا قولي. ഏറെ പ്രിയപ്പെട്ട എൻ്റെ സഹോദരി സഹോദരന്മാരെ, അള്ളാഹുവിൻ്റെ രക്ഷയും സമാധാനവും അനുഗ്രഹവും കരുണയും കരുതലും വാത്സല്യവും സ്നേഹവും സുരക്ഷയുമെല്ലാം നമ്മുടെ ഏവരുടെയും ജീവിതത്തിൽ സദാ വർഷിക്കുകയും നിലനിൽക്കുകയും ചെയ്യുമാറാകട്ടെ. കാരുണ്യക്കടലായ റബ്ബിൻ്റെ വിധിയും വിലക്കും നിയമനിർദ്ദേശങ്ങളും ജീവിതത്തിൻ്റെ എല്ലാ മേഖലകളിലും കഴിവിൻ്റെ പരമാവധി കാത്തു സൂക്ഷിച്ച് അകവും പുറവും പരിശുദ്ധമായ രീതിയിൽ റബ്ബിനെ കണ്ടുമുട്ടാനുള്ള മഹാഭാഗ്യം അല്ലാഹു സുബ്ഹാനഹു വ തആല നമുക്കേവർക്കും നൽകുമാറാകട്ടെ. നശ്വരമായ ഈ ലോക ജീവിതത്തിൻ്റെ ഓരോ നോക്കുകൾക്കും വാക്കുകൾക്കും അള്ളാഹുവിൻ്റെ കോടതിയിൽ ഉത്തരം പറയേണ്ടതുണ്ടെന്നും നാളിതുവരെ സമ്പാദിച്ച സമ്പാദ്യങ്ങൾക്കോ സന്താനങ്ങൾക്കോ സ്നേഹബന്ധങ്ങൾക്കോ സ്ഥാനമാനങ്ങൾക്കോ സമൂഹങ്ങൾക്കോ സംഘടനകൾക്കോ സൽപ്പേരുകൾക്കോ അള്ളാഹുവിൻ്റെ കോടതിയിൽ നമ്മെ തുണക്കുവാനോ നമുക്ക് വേണ്ടി ശുപാർശ ചെയ്യുവാനോ നമ്മുടെ തെറ്റുകുറ്റങ്ങൾ ഏറ്റെടുക്കുവാനോ സാധിക്കുകയില്ല എന്നും സ്നേഹത്തിൻ്റെ ഭാഷയിൽ എന്നെയും നിങ്ങളെയും ഉണർത്തുകയാണ്, ഓർമ്മിപ്പിക്കുകയാണ്. അള്ളാഹുവിൻ്റെ പരിശുദ്ധവും പരിപാവനവുമായ കലാമിനെക്കുറിച്ച്, അവൻ്റെ ഗ്രന്ഥത്തെക്കുറിച്ച് ഇത്രയും നേരം നാം ഇരുന്ന് കേട്ടതും സംസാരിച്ചതുമെല്ലാം നമ്മിൽ നിന്ന് റബ്ബ് സുബ്ഹാനഹു വ തആല സ്വീകരിക്കുമാറാകട്ടെ. ഉലമാക്കൾ പഠിപ്പിച്ചു തന്നത് ക്ഷമ 3 രീതിയിലാണ് എന്നതാണ്. അതിൽ ഒന്നാമത്തത് അസ്സബ്റു ഇൻദ ത്വാഅ, അള്ളാഹുവിനെ അനുസരിക്കുന്നതിനുള്ള ക്ഷമയാണ്. രണ്ടാമത്തത് അസ്സബ്റു ഇൻദ തർക്കുൽ മആസിയ, അനുസരണക്കേട് കാണിക്കാതിരിക്കുന്നതിനുള്ള ക്ഷമയാണ്, പാപം ചെയ്യാതിരിക്കുന്നതിനുള്ള ക്ഷമയാണ്. മൂന്നാമത്തത് അസ്സബ്റു ഇൻദൽ ബലാ, ജീവിതത്തിൽ പരീക്ഷണങ്ങളും പ്രയാസങ്ങളും വരുമ്പോൾ നാം അവലംബിക്കേണ്ട ക്ഷമയാണ്. ഈ 3 ക്ഷമയെക്കുറിച്ചും പണ്ഡിതന്മാർ നമുക്ക് പറഞ്ഞു തന്നു, പഠിപ്പിച്ചു തന്നു. എന്നിട്ട് അതിൽ ഏറ്റവും പരിശുദ്ധമായ ഏറ്റവും ഉന്നതമായ ക്ഷമ ഏതാണെന്ന് കൂടി അവർ നമുക്ക് പറഞ്ഞു തന്നു. അത് ആദ്യം പറഞ്ഞ ക്ഷമയാണ്. അള്ളാഹുവിനെ അനുസരിക്കുന്നതിലും അവനെ ഇബാദത്ത് ചെയ്യുന്നതിലുമുള്ള ക്ഷമയാണ്. ഞാൻ ഈ വിഷയം എൻ്റെ സംസാരത്തിൻ്റെ തുടക്കത്തിൽ പറഞ്ഞത്
നമുക്കൊക്കെ എൻ്റർടൈൻമെൻറ്റുകളുടെ, നേരം പോക്കുകളുടെ, ആസ്വാദനങ്ങളുടെ, അനുഭൂതികളുടെ വലിയൊരു ലോകം മുന്നിൽ തുറന്നു കിടപ്പുണ്ട്. ആ ലോകത്ത് നമുക്ക് വേണ്ടതുപോലെ സ്വച്ഛന്തം വിഹരിക്കാനുള്ള സമയവും സാഹചര്യവും സ്വാതന്ത്ര്യവുമുണ്ട്. പക്ഷെ അതൊന്നും നമ്മൾ ഉപയോഗപ്പെടുത്താതെ, ആ വഴിയിലേക്കൊന്നും നമ്മൾ പോകാതെ നാം ഇവിടെ വന്നിരുന്നിട്ടുണ്ടെങ്കിൽ, അള്ളാഹുവിൻ്റെ കലാമിനെ കുറിച്ച് പറയുന്നതും സംസാരിക്കുന്നതും നമ്മൾ കേട്ടിട്ടുണ്ടെങ്കിൽ, നാം പഠിപ്പിക്കപ്പെട്ട ഒന്നാമത്തെ ക്ഷമയാണ് നാം ഇപ്പോൾ അവലംബിച്ചു കൊണ്ടിരിക്കുന്നത്. ആ ക്ഷമയിലാണ് നാം ഉള്ളത്. അതുകൊണ്ട് എത്ര നേരം ശ്രദ്ധയോടെ, ജാഗ്രതയോടെ, സാഗൂതം കേൾക്കുന്ന കാര്യങ്ങൾ ജീവിതത്തിൽ പകർത്താനുള്ള അഭിവാഞ്ചയോടെ നമ്മൾ കേട്ടിരിക്കുന്നുവോ, അത്രയും നേരം അള്ളാഹുവിൻ്റെ അനുഗ്രഹാശിസ്സുകൾ, അവൻ്റെ കരുണയും അവൻ്റെ കാവലും നമ്മിലേക്ക് വർഷിച്ചുകൊണ്ടേയിരിക്കും എന്ന ബോധത്തോടുകൂടി, എന്ന ചിന്തയോടുകൂടി വേണം നമ്മൾ ഇവിടെ ഇരിക്കാൻ. അള്ളാഹു സുബ്ഹാനഹു വ തആല അതിന് നമുക്ക് തൗഫീഖ് നൽകുമാറാകട്ടെ. ജീവിതത്തിൽ ഇത്തരം സദസ്സുകളിൽ പങ്കെടുക്കാനുള്ള ഒരവസരവും പാഴാക്കാതെ അവിടെ വളരെ ജാഗ്രതയോടെ, ഇഷ്ടത്തോടെ വന്നിരിക്കുവാനും അവിടെ പറയപ്പെടുന്ന കാര്യങ്ങൾ ജീവിതത്തിൽ പകർത്താൻ പരമാവധി ശ്രമിക്കുവാനും ജീവിതത്തിൻ്റെ അവസാനം വരെ അള്ളാഹുവിൻ്റെ തഖ്വ, അള്ളാഹുവിനോടുള്ള തഖ്വയിലും താഅത്തിലും ജീവിക്കാനും റബ്ബ് സുബ്ഹാനഹു വ തആല നമുക്ക് എവർക്കും തൗഫീഖ് നൽകുമാറാകട്ടെ. പ്രിയപ്പെട്ടവരെ, ഞാൻ എൻ്റെ വിഷയത്തിലേക്ക് വരാം. നമ്മുടെ ജീവിതത്തിൻ്റെ ലക്ഷ്യം എന്താണ്? നാം എന്തിനാണ് ജനിച്ചത്? എന്തിനാണ് നാം ഇവിടെ ജീവിക്കുന്നത്? എന്തിനാണ് അള്ളാഹു സുബ്ഹാനഹു വ തആല നമ്മെ ഇങ്ങോട്ട് പറഞ്ഞയച്ചത്? ഇതെല്ലാം സാധാരണഗതിയിൽ ഒരു സാധാരണക്കാരനായ മനുഷ്യൻ ചോദിക്കുന്ന ചോദ്യങ്ങളല്ല, മറിച്ച് അള്ള കൊടുത്ത ബുദ്ധിയും ചിന്താശേഷിയും പരമാവധി ഉപയോഗിക്കാൻ തയ്യാറാകുന്ന മനുഷ്യരുടെ തലച്ചോറുകളിൽ നിന്ന് സ്വാഭാവികമായി ഉത്ഭവിക്കുന്ന ചോദ്യങ്ങളാണ് ഇത്തരത്തിലുള്ള ചോദ്യങ്ങൾ. ഈ ചോദ്യത്തിന് റബ്ബ് സുബ്ഹാനഹു വ തആല രണ്ട് രീതിയിലാണ് മറുപടി പറഞ്ഞിട്ടുള്ളത്. എന്താണ് നമ്മുടെ സൃഷ്ടിപ്പിന്റെ ലക്ഷ്യം എന്നതിന് തൊട്ട് അള്ളാഹു പറയുന്നു. സൂറത്തു ദാരിയാത്തിന്റെ 56-ാമത്തെ ആയത്തിൽ പടച്ചറബ് വളരെ വ്യക്തമായി നമ്മുടെ സൃഷ്ടിപ്പിന്റെ, നമ്മുടെ ഈ ജീവിതത്തിന്റെ, നമ്മുടെ ജനനത്തിന്റെ ലക്ഷ്യം എന്താണെന്ന് കൃത്യമായി നമുക്ക് പറഞ്ഞു തരുന്നു. എന്താണ് അള്ളാഹു പറയുന്നത്? വമാ ഖലഖതുൽ ജിന്ന വൽ ഇൻസ ഇല്ലാ ലിയഅ്ബുദൂൻ. മനുഷ്യനെയും ജിന്നിനെയും ഞാൻ പടച്ചിട്ടില്ല, ഞാൻ സൃഷ്ടിച്ചിട്ടില്ല. ഇല്ലാ ലിയഅ്ബുദൂൻ, എന്നെ ആരാധിക്കുവാൻ വേണ്ടിയല്ലാതെ, എന്നെ അനുസരിക്കുവാൻ വേണ്ടിയല്ലാതെ, എനിക്ക് സുജൂദ് ചെയ്യുവാൻ വേണ്ടിയല്ലാതെ മനുഷ്യനെയും ജിന്നിനെയും ഞാൻ സൃഷ്ടിച്ചിട്ടേ ഇല്ല എന്ന് അല്ലാഹു സുബ്ഹാനഹു വ തആല പറയുന്നു. ഇത് അള്ളാഹുവിന്റെ ലക്ഷ്യമാണ്. എന്തിനാണ് അള്ളാഹു നമ്മെ പടച്ചത് എന്ന ചോദ്യത്തിന് റബ്ബിന്റെ ലക്ഷ്യത്തിന്റെ ഉത്തരമാണത്. എന്നാൽ മനുഷ്യ ജീവിതത്തിന്റെ ലക്ഷ്യം എന്താണ്? മനുഷ്യനെ ഇബാദത്ത് ചെയ്യുന്നതിന്റെ ലക്ഷ്യം എന്താണ്? അവൻ സൽക്കർമ്മങ്ങൾ ചെയ്യുന്നതിന്റെ ലക്ഷ്യം എന്താണ്? ആ ലക്ഷ്യമാണ് യഥാർത്ഥത്തിൽ മനുഷ്യ ജീവിതത്തിന്റെ ലക്ഷ്യമായി നാം മനസ്സിലാക്കേണ്ടത്. പരലോകമോക്ഷമാണ്. സ്വർഗം നേടിയെടുക്കുക എന്നതാണ്, നരകത്തിൽ നിന്ന് മോചനം ലഭിക്കുക എന്നതാണ്, നിത്യമോചനം ലഭിക്കുക എന്നതാണ്, സ്വർഗത്തിൽ അള്ളാഹു ഒരുക്കി വെച്ച അനുഗ്രഹങ്ങൾ കിട്ടുന്നതിന് അർഹരാവുക എന്നതാണ് മനുഷ്യനെ സംബന്ധിച്ചിടത്തോളം ലക്ഷ്യം. ഇപ്പൊ രണ്ട് ലക്ഷ്യങ്ങളാണ് ഞാൻ പറഞ്ഞത്. ഒന്ന്, അള്ളാഹുവിന്റെ ലക്ഷ്യം, എന്തിനാണ് അള്ളാഹു സുബ്ഹാനഹു വ തആല മനുഷ്യനെ സൃഷ്ടിച്ചത്. രണ്ട്, അള്ളാഹു സൃഷ്ടിച്ച ആ ലക്ഷ്യം നിറവേറ്റുന്നതിലൂടെ മനുഷ്യന്റെ ലക്ഷ്യം എന്താണ്, എന്തിനാണ് മനുഷ്യനെ ഇബാദത്ത് ചെയ്യുന്നത്. ഒന്നാമത്തത് അള്ളാഹുവിനെ ഇബാദത്ത് ചെയ്യുന്ന തൗഹീദാണ്. രണ്ടാമത്തത് അള്ളാഹുവിനെ ഇബാദത്ത് ചെയ്യുന്നതിലൂടെ മനുഷ്യൻ എത്തിപ്പെടുന്ന പരലോകമോക്ഷമാണ്. ഇതാണ് നമ്മുടെ ജീവിതത്തിന്റെ ലക്ഷ്യം. നാം മനസ്സിലാക്കുക, ഒന്നാമത്തെ ലക്ഷ്യത്തിൽ നിന്ന് രണ്ടാമത്തെ ലക്ഷ്യത്തിലേക്കുള്ള പ്രയാണത്തിലുള്ള നമ്മുടെ സഹായിയാണ് യഥാർത്ഥത്തിൽ റിസാലത്ത് എന്ന് പറയുന്നത്. പരിശുദ്ധ ഖുർആനിന്റെ ഇതിവൃത്തം എന്താണെന്ന് പരിശോധിച്ചാൽ നമുക്ക് കാണാൻ കഴിയും. ഒന്ന് തൗഹീദാണ്, രണ്ട് റിസാലത്താണ്, മൂന്ന് ആഖിറത്താണ്. ഈ മൂന്ന് സംഗതിയല്ലാതെ നാലാമതൊന്ന് പരിശുദ്ധ ഖുർആൻ സംസാരിക്കുന്നേയില്ല. ഖുർആൻ ഏതൊക്കെ ആയത്തുകൾ നാം എത്ര ആയത്തിൽ പരിശോധിച്ചാലും ഈ മൂന്ന് സംഗതികളല്ലാതെ പരിശുദ്ധ ഖുർആനിൽ നാലാമതായി ഒന്ന് കാണാൻ കഴിയില്ല. എന്തൊക്കെയാണത്? ഒന്ന് തൗഹീദാണ്, രണ്ട് റിസാലത്താണ്, മൂന്ന് ആഖിറത്താണ്. തൗഹീദ് എന്ന അള്ളാഹുവിന്റെ ലക്ഷ്യത്തിലൂടെ പരലോകമോക്ഷം എന്ന മനുഷ്യന്റെ ലക്ഷ്യത്തിലേക്ക് എത്തിച്ചേരാനുള്ള സഹായിയാണ്, വഴികാട്ടിയാണ് യഥാർത്ഥത്തിൽ റിസാലത്ത് എന്ന് പറയുന്നത്. പ്രിയപ്പെട്ടവർ, നിങ്ങളോട് സംസാരിക്കാൻ എനിക്ക് കിട്ടിയ ഈ അവസരത്തിൽ നിങ്ങളുടെ ശ്രദ്ധ ക്ഷണിക്കാനുള്ളത് പരിശുദ്ധ ഖുർആനിൽ 2-ാം അധ്യായം സൂറത്തുൽ ബഖറയുടെ 21 മുതൽ 25 വരെയുള്ള ആയത്തുകളിലേക്കാണ്. ഞാൻ ഈ പറഞ്ഞു വെച്ച
2 ലക്ഷ്യങ്ങളും ആ ലക്ഷ്യങ്ങളിലേക്കുള്ള വഴികാട്ടിയുമായ പരിശുദ്ധ ഖുർആനിന്റെ ഈ 3 ഇതിവൃത്തങ്ങൾ വളരെ കൃത്യമായി റബ്ബ് സുബ്ഹാനഹു വ തആല ഈ ആയത്തുകളിലൂടെ, ഈ 5 ആയത്തുകളിൽ കൃത്യമായി വിശദീകരിച്ചു വെച്ചിട്ടുണ്ട്. ആ ആയത്തിൽ ഒന്നാമത്തെ 21, 22 ആയത്തുകളിൽ കറകളഞ്ഞ തൗഹീദ് നമുക്ക് കാണാൻ കഴിയും. അടുത്ത 1.5 ആയത്തിൽ കൃത്യമായ റിസാലത്ത് നമുക്ക് കാണാൻ കഴിയും. അടുത്ത 1.5 ആയത്തിൽ കൃത്യമായ ആഖിറത്ത് നമുക്ക് കാണാൻ കഴിയും. നോക്ക് നിങ്ങൾ, എത്ര സുന്ദരമായിട്ടാണ് അല്ലാഹു സുബ്ഹാനഹു വ തആല ആ ഒരു റേഷ്യോ വിന്യസിച്ചിരിക്കുന്നത്. 2 ആയത്തുകളിൽ അല്ലാഹു തൗഹീദ് സംസാരിച്ചു, കാരണം അല്ലാഹുവിന്റെ ലക്ഷ്യമാണത്. അടുത്ത 1.5 ആയത്തിൽ ഈ അതിലേക്ക് പോകാനുള്ള വഴിയെക്കുറിച്ച് സംസാരിച്ചു. അടുത്ത 1.5 ആയത്തിൽ പരലോകത്തെക്കുറിച്ചും സ്വർഗത്തെക്കുറിച്ചും നരകത്തെക്കുറിച്ചും സംസാരിച്ചു. ആ ആയത്തുകൾ ഏതാണ്? നമ്മളൊക്കെ പലപ്പോഴും ഓതിയിട്ടുള്ള, വായിച്ചിട്ടുള്ള, കേട്ടിട്ടുള്ള, എന്നാൽ ആയത്തിൽ മനസ്സിലാക്കിയിട്ടില്ലാത്ത 5 ആയത്തുകൾ. അല്ലാഹു സുബ്ഹാനഹു വ തആല പറയാണ്, യാ അയ്യുഹന്നാസ് ഉഅ്ബുദൂ റബ്ബക്കും الذي خلقكم والذين من قبلكم لعلكم تتقون الذي جعل لكم الأرض فراشا والسماء بناء وأنزل من السماء ماء فأخرج به من الثمرات رزقا لكم فلا تجعلوا لله أندادا وأنتم تعلمون. പരിശുദ്ധ ഖുർആനിന്റെ ഒന്നാമത്തെ അഭിസംബോധനയാണ്. സൂറത്തുൽ ഫാത്തിഹയുടെ ആയത്തുകളിലൂടെ കടന്നുപോയി, സൂറത്തുൽ ബഖറയിലെ ആയത്തുകളിലൂടെ കടന്നുപോയി. ആദ്യമായി ലോകത്തിന്റെ രക്ഷിതാവ്, ലോകത്തിന്റെ സൃഷ്ടാവ് മനുഷ്യരെ വിളിച്ചുകൊണ്ട് നടത്തുന്ന അഭിസംബോധനയാണ്. പരിശുദ്ധ ഖുർആനിൽ പല രീതിയിലുള്ള അഭിസംബോധന നമുക്ക് കാണാൻ കഴിയും. യാ അയ്യുഹല്ലദീന ആമനു എന്ന് വിളിച്ചിട്ടുണ്ട്, യാ അയ്യുഹല്ലദീന കഫറു എന്ന് വിളിച്ചിട്ടുണ്ട്. അതുപോലെ പലതരത്തിലുള്ള അഭിസംബോധനകൾ പരിശുദ്ധ ഖുർആൻ നടത്തിയിട്ടുണ്ട്. ഈ അഭിസംബോധന ജനങ്ങളിലെ ഏതെങ്കിലും ഒരു വിഭാഗത്തെ ഉദ്ദേശിച്ചുകൊണ്ടല്ല, മറിച്ച് ലോകത്ത് ജനിച്ച് ജീവിക്കുന്ന പരകോടിക്കണക്കിന് മനുഷ്യരെ മുഴുവനും വിളിച്ചിട്ടാണ് ലോകത്തിന്റെ രക്ഷിതാവ് അഭിസംബോധന ചെയ്യുന്നത്. യാ അയ്യുഹന്നാസ്, അല്ലയോ മനുഷ്യരെ, കറുത്തവനും വെളുത്തവനും, ഉടമയും അടിമയും, മുതലാളിയും തൊഴിലാളിയും എല്ലാം അടങ്ങുന്ന മനുഷ്യരായി ജനിച്ചു ജീവിക്കുന്ന, സകല മതത്തിലും ജാതിയിലും വർണ്ണത്തിലും വർഗത്തിലും ഭാഷയിലും രാഷ്ട്രമതിലുകൾക്കുള്ളിലും ജീവിക്കുന്ന മനുഷ്യരാശിയെ വിളിച്ചുകൊണ്ടാണ് ലോകത്തിന്റെ രക്ഷിതാവ് സംസാരിക്കുന്നത്. യാ അയ്യുഹന്നാസ്, അല്ലയോ ജനങ്ങളെ. ഇത്തരത്തിലുള്ള അഭിസംബോധന ലോകത്തിന്റെ രക്ഷിതാവ് നടത്തുന്നുണ്ടെങ്കിൽ പ്രിയപ്പെട്ടവരെ, അത്രയും പ്രധാനപ്പെട്ട കാര്യങ്ങൾ പറയാനായിരിക്കും ലോകത്തിന്റെ രക്ഷിതാവ് ഇത്തരത്തിലൊരു അഭിസംബോധന നടത്തുക. എന്താണ് അല്ലാഹു പറയുന്നത്? ഉഅ്ബുദൂ റബ്ബക്കും, അറേബ്യയിലെ ഗോത്രവർഗത്തിന്റെ ദൈവത്തെ ആരാധിക്കാൻ വേണ്ടിയല്ല, ഏതെങ്കിലും ഒരു നാടിന്റെ ദൈവത്തെ ആരാധിക്കാൻ വേണ്ടിയല്ല, ഏതെങ്കിലും ഒരു ബിംബത്തെയോ ആരാധനയോ ആരാധിക്കാൻ വേണ്ടിയല്ല, മറിച്ച് മനുഷ്യനെ മുഴുവനും പടച്ചു പരിപാലിക്കുന്ന ലോകത്തിന്റെ അന്നദാതാവായ, അണ്ടകടാഹത്തിന്റെ നിയന്താവായ ലോകത്തിന്റെ രക്ഷിതാവിനെ ഉഅ്ബുദൂ റബ്ബക്കും, നിങ്ങളുടെ രക്ഷിതാവിനെ നിങ്ങൾ ആരാധിക്കുക. എങ്ങനെയുള്ള രക്ഷിതാവാണവൻ? അല്ലദീ ഖലഖക്കും, അവനാണ് നിങ്ങളെ പഠിച്ചത്, അവനാണ് നിങ്ങളെ സൃഷ്ടിച്ചത്. അള്ളാഹുവിന്റെ വാക്ക് എത്രമാത്രം അർത്ഥവത്താണ് പ്രിയപ്പെട്ടവരെ. പരിശുദ്ധ ഖുർആനിൽ അള്ളാഹുവിനെ ആരാധിക്കണമെന്ന് ആദ്യമായി പ്രതിപാദിച്ച ശേഷം എവിടേക്കാണ് മനുഷ്യന്റെ തലച്ചോറിന് ചൂണ്ടുപലക നൽകുന്നത്? അവന്റെ ശരീരത്തിലേക്കാണ്, അവന്റെ സൃഷ്ടിപ്പിലേക്കാണ്. അത്ഭുതകരമായ മനുഷ്യ ശരീരത്തിന്റെ സൃഷ്ടിപ്പിലേക്കാണ്. ഉമ്മയുടെ വയറ്റിൽ നിന്ന് ജനിച്ചു വീണ ഉടനെ അവന്റെ ശരീരത്തിൽ നിന്ന് 9 സിസ്റ്റങ്ങൾ പ്രവർത്തിക്കാൻ തുടങ്ങുകയാണ്, പ്രവർത്തന സജ്ജമാകുകയാണ്. സ്കെലറ്റൻ സിസ്റ്റവും, മസ്കുലർ സിസ്റ്റവും, റെസ്പിറേറ്ററി സിസ്റ്റവും, സർക്കുലേറ്ററി സിസ്റ്റവും, എൻഡോക്രൈൻ സിസ്റ്റം അടങ്ങുന്ന 9ഓളം സിസ്റ്റങ്ങൾ, 9ഓളം സംവിധാനങ്ങൾ ഒരു പരസഹായവും ഇല്ലാതെ പ്രവർത്തന സജ്ജമാകുകയാണ്. അവന്റെ ശരീരത്തെ കുറിച്ച് പഠിക്കും തോറും പ്രിയപ്പെട്ടവരെ, സനുരീഹിം ആയാതിനാ ഫിൽ ആഫാഖി വഫീ അൻഫുസിഹിം ഹത്താ യതബയ്യന ലഹും അന്നഹുൽ ഹഖ്, ഈ മഹാപ്രപഞ്ചത്തിലും അവരുടെ സ്വന്തത്തിൽ തന്നെയും വലിയ ദൃഷ്ടാന്തങ്ങൾ നാം കാണിച്ചു കൊണ്ടേയിരിക്കുന്നതാണ്. ഇതുവരെ ഹത്താ യതബയ്യന ലഹും അന്നഹുൽ ഹഖ്, ഈ പരിശുദ്ധ ഖുർആൻ ഈ പ്രപഞ്ചത്തിലെ
ഏറ്റവും വലിയ സത്യമാണെന്നവർക്ക് ബോധ്യപ്പെടുന്നതുവരെ നാം അവർക്ക് അത്ഭുതങ്ങൾ കാണിച്ചുകൊണ്ടേയിരിക്കുന്നതാണ്, ദൃഷ്ടാന്തങ്ങൾ കാണിച്ചുകൊണ്ടേയിരിക്കുന്നതാണെന്ന് ലോകത്തിന്റെ രക്ഷിതാവ് പറയുകയാണ്. അതുകൊണ്ടാണ് പ്രിയപ്പെട്ടവരെ, ആദ്യമായി മനുഷ്യനെ വഹ്ദാനിയത്തിലേക്ക്, തൗഹീദിലേക്ക് ക്ഷണിച്ചുകൊണ്ട് അല്ലാഹു സുബ്ഹാനഹു വ തആല അവന്റെ മസ്തിഷ്കത്തെ അവന്റെ സൃഷ്ടിപ്പിലേക്ക് തന്നെ ക്ഷണിക്കുന്നത്, അവന്റെ സൃഷ്ടിപ്പിലേക്ക് തന്നെ ശ്രദ്ധ ക്ഷണിക്കുന്നത്. അത്ഭുതകരമായ സങ്കീർണമായ പ്രവർത്തിച്ചുകൊണ്ടിരിക്കുന്ന നിന്റെ ശരീരത്തെ കുറിച്ച് നീ ഒന്ന് പഠിക്കണം. നിന്നെ പടച്ചത് നിന്റെ റബ്ബാണ്. 20 ലക്ഷം ഫാക്ടറികൾക്ക് സമാനമായി പ്രവർത്തിച്ചുകൊണ്ടിരിക്കുന്ന നിന്റെ 2 കണ്ണുകൾ, അതിസങ്കീർണമായ പ്രവർത്തനങ്ങൾ നടത്തിക്കൊണ്ടിരിക്കുന്ന നിന്റെ 2 ചെവികൾ, ഒരു ദിവസം ലക്ഷക്കണക്കിന് തവണ മിടിച്ചുകൊണ്ടിരിക്കുന്ന നിന്റെ ഹൃദയം, അതുപോലെ തന്നെ പ്രവർത്തിച്ചു ബാരൽ കണക്കിന് രക്തം ശുദ്ധീകരിച്ചുകൊണ്ടിരിക്കുന്ന നിന്റെ കിഡ്നികൾ, സങ്കീർണമായ പ്രവർത്തനങ്ങൾ, സങ്കീർണമായ ധർമ്മങ്ങൾ നിർവഹിച്ചുകൊണ്ടിരിക്കുന്ന നിന്റെ കരള്, നിന്റെ ശരീരം, ഇത് അള്ളാഹുവിന്റെ സൃഷ്ടിയാണ്, അള്ളാഹുവിന്റെ പടപ്പാണ്. നിനക്ക് കണ്ണ് തന്നവൻ, നിനക്ക് കാത് തന്നവൻ, നിനക്ക് കാല് തന്നവൻ, നിനക്ക് കൈകൾ തന്നവൻ, നിനക്ക് കൽബ് തന്നവൻ, നിനക്ക് കരള് തന്നവൻ, നിനക്ക് കിഡ്നി തന്നവൻ. നീ ഇന്ന് അനുഭവിക്കുന്ന ശാരീരികമായ എന്തൊക്കെ സുഖങ്ങളുണ്ടോ, ശാരീരികമായ എന്തൊക്കെ സൗകര്യങ്ങളുണ്ടോ, എന്തൊക്കെ സംവിധാനങ്ങളുണ്ടോ, നീ ആവശ്യപ്പെടാതെ, നീ ചോദിക്കാതെ സൗജന്യമായി നിനക്ക് നൽകിയ നിന്റെ രക്ഷിതാവ് അല്ലദീ ഖലഖക്കും, അവനാണ് നിങ്ങളെ പടച്ചത്. വല്ലദീന മിൻ ഖബ്ലിക്കും, നിങ്ങളുടെ മുൻഗാമികളെയും പടച്ചു പരിപാലിച്ചവർക്ക് അന്നം നൽകിയത്, അവരെ മരിപ്പിച്ചതും ഈ ലോകത്തിന്റെ രക്ഷിതാവ് തന്നെയാണ്. ആ രക്ഷിതാവിനെയാണ് നിങ്ങൾ ആരാധിക്കേണ്ടത്. വല്ലാത്ത വചനമാണ് പ്രിയപ്പെട്ടവരെ. ലഅല്ലക്കും തത്തഖൂൻ, നിങ്ങൾ ഉൽപ്പതിഷ്ണുകളായേക്കാം, നിങ്ങൾ സൂക്ഷ്മതയുള്ളവരായേക്കാം. അത്തരത്തിൽ ആ രക്ഷിതാവിനെ മാത്രം ആരാധിച്ചു കഴിഞ്ഞാൽ, എന്നിട്ടും അതാ ലോകത്തിന്റെ രക്ഷിതാവ് വീണ്ടും അവന്റെ ലക്ഷ്യമായ അവനെ ആരാധിക്കുന്നതിലേക്കുള്ള ആവശ്യകതയെക്കുറിച്ച് എപ്രകാരമാണ് അല്ലാഹു സുബ്ഹാനഹു വ തആല മനുഷ്യന്റെ ആരാധനക്ക് അർഹനാവുന്നത് എന്ന വലിയ സന്ദേശത്തെ കുറിച്ച് അടുത്ത ആയത്തിലും സംസാരിക്കുകയാണ്. എന്താണ് റബ്ബ് പറയുന്നത്? അല്ലദീ ജഅല ലക്കുമുൽ അർദ ഫിറാശാ, എപ്രകാരമുള്ള രക്ഷിതാവാണവൻ, എപ്രകാരമുള്ള നാഥനാണവൻ. അവനാണ് നിങ്ങൾക്ക് വേണ്ടി ഈ ഭൂമിയെ വിധാനിച്ചു തന്നത്, അവനാണ് നിങ്ങൾക്ക് വേണ്ടി ഈ ഭൂമിയെ സംവിധാനിച്ചു തന്നത്. പരിശുദ്ധ ഖുർആനിൽ പല സ്ഥലങ്ങളിലും കാണാൻ സാധിക്കും പ്രിയപ്പെട്ടവരെ, അലം നജഅലിൽ അർദ മിഹാദാ, ഈ ഭൂമിയെ നിങ്ങൾക്ക് വേണ്ടി വിധാനിച്ചു തന്നവൻ, ഈ ഭൂമിയെ നിങ്ങൾക്ക് വേണ്ടി തൊട്ടിലാക്കി തന്നവൻ ആരാണെന്ന് ലോകത്തിന്റെ രക്ഷിതാവ് ചോദിക്കുമ്പോ ആ ചോദ്യത്തിനൊരു മറുധ്വനിയുണ്ട്. ആ ചോദ്യത്തിന്റെ പിന്നിൽ മറ്റൊരു വലിയ രഹസ്യമുണ്ട്. എന്താണെന്നറിയുമോ? അള്ളാന്റെ റസൂലിന്റെ നാവിലൂടെ ലോകം പരിശുദ്ധ ഖുർആൻ പരിചയപ്പെടുമ്പോ ഗോളശാസ്ത്രത്തെ കുറിച്ചുള്ള പഠനം എവിടെ എത്തി നിൽക്കുന്നു എന്ന് കൃത്യമായി നമുക്കറിയാമെന്നാൽ, ആ പരിശുദ്ധ പ്രവാചകന്റെ നാവിലൂടെ ലോകം പരിചയപ്പെട്ട പരിശുദ്ധ ഖുർആനിന്റെ വചനങ്ങളുണ്ടല്ലോ, ആ വചനങ്ങൾ ആ കാലത്തിന്റെ പരിധിയിൽ ഒതുങ്ങുന്നതല്ല, ആ ഭൂമിശാസ്ത്രത്തിന്റെ പരിധിയിൽ ഒതുങ്ങുന്നതല്ല. അക്ഷരമറിയാത്ത, സംസ്കാരമറിയാത്ത ആ ജനതയുടെ ബുദ്ധി പരിധിക്കുള്ളിൽ ഒതുങ്ങുന്നതല്ല. മറിച്ച് കാലത്തിനപ്പുറം മനുഷ്യൻ കണ്ടെത്താനിരിക്കുന്ന മഹാത്ഭുതങ്ങളുടെ ആ കലവറയും തകർത്തുകൊണ്ട്, ആകാശത്തെയും തകർത്തുകൊണ്ട് ഉയരുന്നതാണ് പരിശുദ്ധ ഖുർആനിന്റെ ബൗദ്ധിക നിലവാരമെന്ന് നമുക്ക് പഠിപ്പിച്ചു തരുന്ന, ഉറപ്പിച്ചു തരുന്ന വലിയൊരു ചോദ്യമാണത്. എന്റെ പ്രിയപ്പെട്ടവരെ, അല്ലാഹു സുബ്ഹാനഹു വ തആല ചോദിക്കുന്ന ഒരു ചോദ്യമുണ്ടല്ലോ, ഈ ഭൂമിയെ, ഈ ദുനിയാവിനെ ഞാൻ നിങ്ങൾക്ക് വിധാനിച്ചു തന്നില്ലേ? അതിന്റെ മറുധ്വനി എന്താണെന്നറിയുമോ? നിങ്ങൾ ആകാശത്തേക്ക് നോക്കുക, ആകാശഗോളങ്ങളിലേക്ക് നോക്കുക, സൗരയൂഥത്തിൽ തന്നെ സൂര്യനെ ചുറ്റിക്കറങ്ങിക്കൊണ്ടിരിക്കുന്ന ഗ്രഹങ്ങളിലേക്ക് നിങ്ങളൊന്ന് നോക്കുക. ആ ഗ്രഹങ്ങളിൽ തന്നെ ജീവയോഗ്യമല്ലാത്ത, വാസയോഗ്യമല്ലാത്ത ഗ്രഹങ്ങളാണ് മഹാഭൂരിപക്ഷവും. ശ്വസനവായുവായി വിഷലിപ്തമായ അന്തരീക്ഷമുള്ള ഗ്രഹങ്ങളുണ്ട്. മനുഷ്യനെങ്ങാനും ഇറങ്ങിക്കഴിഞ്ഞാൽ അവന്റെ ശരീരം ഛിന്ന ഭിന്നമായി പോകാൻ സാധ്യതയുള്ള ഗ്രഹങ്ങൾ ഈ സൗരയൂഥത്തിൽ തന്നെയുണ്ട്. മാരകമായ സൂര്യന്റെ കിരണങ്ങൾ സദാ പതിച്ചുകൊണ്ടിരിക്കുന്ന അതിഭയാനകമായ ഗ്രഹങ്ങളുണ്ട്. മാരകമായ ഉൽക്കകൾ ഓരോ സെക്കൻഡിലും പതിച്ചുകൊണ്ടിരിക്കുന്ന ഗ്രഹങ്ങൾ ഈ സൗരയൂഥത്തിൽ തന്നെയുണ്ട്. ഈ ഗ്രഹങ്ങളിൽ നിന്നെല്ലാം വിഭിന്നമായി മനുഷ്യയോഗ്യമല്ലാത്ത, വാസയോഗ്യമല്ലാത്ത, വെള്ളമില്ലാത്ത, അന്തരീക്ഷമില്ലാത്ത, മഴയില്ലാത്ത, ശ്വസനവായു ഇല്ലാത്ത, ഓക്സിജൻ ഇല്ലാത്ത ആ ഗ്രഹങ്ങളിൽ നിന്ന് വിഭിന്നമായി ഈ ദുനിയാവിനെ, ഈ ഭൂമിയെ നിങ്ങൾക്ക് ജീവിക്കാൻ വാസയോഗ്യമാക്കി തന്നത് അവനാണ്. അല്ലദീ ജഅല ലക്കുമുൽ അർദ ഫിറാശാ, അവനാണ് നിങ്ങൾക്ക് ഈ ഭൂമിയെ വിധാനിച്ചു തന്നത്. വസ്സമാഅ ബിനാഅ, ആകാശത്തെ മേൽക്കൂരയാക്കി സംവിധാനിച്ചതും അവൻ തന്നെയാണ്. വഅൻസല മിനസ്സമാഇ മാഅ, എന്നിട്ട് ഉപരിതലത്തിൽ നിന്ന് നിങ്ങൾക്ക് വേണ്ടി മഴ വർഷിപ്പിച്ചു തന്നതും അവൻ തന്നെയാണ്. ഫഅഖ്റജ ബിഹി മിനസ്സമറാത്തി റിസ്ഖൻ ലക്കും ഫലാ തജഅലൂ ലില്ലാഹി അൻദാ
ജിറാദൻ വഅൻതും തഅലമൂൻ. അങ്ങനെ ആ മഴ ഈ ഭൗമോപരിതലത്തിൽ സ്പർശിക്കുന്നതിലൂടെ സുന്ദരമായ പച്ചപ്പും നിങ്ങൾക്ക് ആവശ്യമായ കതിരുകളും നിങ്ങൾക്ക് ആവശ്യമായ നെല്ലുകളും പഴവർഗ്ഗങ്ങളും പച്ചക്കറികളും എല്ലാം കൊണ്ട് ഈ ഭൂമിയെ ഹരിതാപമാക്കിയവൻ ആ ലോകത്തിന്റെ രക്ഷിതാവാണ്. അതുകൊണ്ട് ഫലാ തജഅലൂ ലില്ലാഹി അൻദാദാ, അല്ലാഹുവിന് നിങ്ങൾ പകരക്കാരെ ഉണ്ടാക്കരുത്, അല്ലാഹുവിന് നിങ്ങൾ നിദ്ദുകളെ ഉണ്ടാക്കരുത്. വഅൻതും തഅലമൂൻ, നിങ്ങൾ അറിഞ്ഞുകൊണ്ട് ഒരിക്കലും അത് ചെയ്യരുതേ. പരിശുദ്ധ ഖുർആനിലെ സൂറത്തുൽ ബഖറയിലെ 21, 22 വചനങ്ങളാണ്. ആലോചിച്ച് നോക്ക് പ്രിയപ്പെട്ടവരെ, വളരെ സുന്ദരമായി അല്ലാഹു സുബ്ഹാനഹു വ തആല വ്യക്തമായി തൗഹീദ് പറഞ്ഞു തന്നിരിക്കുന്നു. ഇനി അടുത്തത് എന്താണ്? അള്ളാഹുവിന്റെ ലക്ഷ്യം കൃത്യമായി നമ്മെ പഠിപ്പിച്ചിരിക്കാൻ നമ്മുടെ പടപ്പിന്റെ നമ്മുടെ ജീവിതത്തിന്റെ ലക്ഷ്യമാണ് അള്ളാഹു സുബ്ഹാനഹു വ തആല അവിടെ പറഞ്ഞു വെച്ചത് എന്താണ്? വമാ ഖലഖതുൽ ജിന്ന വൽ ഇൻസ ഇല്ലാ ലിയഅ്ബുദൂൻ, ആരാധിക്കാൻ വേണ്ടിയാണ് നിങ്ങളെ പഠിച്ചത്, അതുകൊണ്ട് എന്നെ ആരാധിക്കുക. കാരണം നിങ്ങളെ പഠിച്ചതും നിങ്ങളുടെ വല്യപ്പാരെ പഠിച്ചതും ഞാനാണ്. നിങ്ങൾ ഈ ജീവിക്കുന്ന ഭൂമി ഞാനാണ് നിങ്ങൾക്ക് സംവിധാനിച്ചു തന്നത്. അള്ളാഹു നമുക്ക് ചെയ്തു തന്ന സൗജന്യമായി തന്ന അനുഗ്രഹങ്ങൾ എടുത്തു പറഞ്ഞിട്ട് അവനെ ആരാധിക്കുന്നതിലേക്കുള്ള ആവശ്യകതയെക്കുറിച്ച് നമുക്ക് ബോധ്യപ്പെടുത്തി തരികയാണ്. അടുത്ത ആയത്ത് എന്താണ്? അടുത്ത 1.5 ആയത്ത് കൃത്യമായ റിസാലത്താണ്. ആ റിസാലത്തിലൂടെ മാത്രമേ നമ്മുടെ ലക്ഷ്യമായ പരലോക മോക്ഷത്തിലേക്ക് എത്താൻ സാധിക്കുകയുള്ളൂ. എന്താണ് ആ റിസാലത്ത്? ഈ പരിശുദ്ധ ഖുർആൻ മാത്രമാണ് സത്യം. ഈ പരിശുദ്ധ ഖുർആൻ മാത്രമാണ് അജയ്യം. ഈ തെറ്റുകളിൽ നിന്ന് മുക്തമായി ലോകാവസാനം വരെ നിലനിൽക്കുന്നത് ഈ പരിശുദ്ധ ഖുർആൻ മാത്രമാണ്. ഞാൻ തുടക്കത്തിൽ ഓതി വെച്ചല്ലോ, ഖുർആൻ ഫാത്തിഹ കഴിഞ്ഞിട്ട് തുടങ്ങുന്നത് തന്നെ എങ്ങനെയാണ്? അലിഫ് ലാം മീം. തഫ്സീർ ആർക്കും അറിയില്ല, ലോകത്തിന്റെ രക്ഷിതാവിന് മാത്രമേ അറിയുകയുള്ളൂ. ഒരാൾക്കും തന്നെ വിശദീകരിക്കാൻ സാധ്യമല്ല. 2ാമത്തെ ആയത്തിൽ അള്ളാഹു നൽകുന്ന സന്ദേശം എന്നാണ് 1ാമത്തെ സന്ദേശമാണ്. മനുഷ്യരോട് പറയാനുള്ള പരിശുദ്ധ ഖുർആനിന്റെ 1ാമത്തെ സന്ദേശമാണ് ദാലിക്കൽ കിതാബ്. ഇതാകുന്നു ഗ്രന്ഥം, ഇതാകുന്നു ദൈവീക ഗ്രന്ഥം, ഇതാകുന്നു ആകാശങ്ങൾക്കപ്പുറത്ത് നിന്ന് അവതീർണമായ മനുഷ്യമോചനത്തിന്റെ ഗ്രന്ഥം. ലാ റൈബ ഫീ, അതിൽ സംശയമേയില്ല. ഹുദല്ലിൽ മുത്തഖീൻ, തങ്ങളുടെ ലക്ഷ്യപ്രാപ്തിക്ക് വേണ്ടി പ്രവർത്തിച്ചു കൊണ്ടിരിക്കുന്ന പരിശ്രമിച്ചു കൊണ്ടിരിക്കുന്ന മനുഷ്യരാശിക്ക് വേണ്ടിയുള്ള യഥാർത്ഥത്തിലുള്ള ഗൈഡാണിത്, യഥാർത്ഥത്തിലുള്ള വഴികാട്ടിയാണിത്. പ്രിയപ്പെട്ടവരെ, സൂറത്തുൽ ബഖറയുടെ 22ാമത്തെ 23ാമത്തെ ആയത്തിൽ നമുക്ക് വളരെ വ്യക്തമായി കാണാൻ കഴിയും അല്ലാഹു അതാ ഈ റിസാലത്തിനെ ഊട്ടിയുറപ്പിക്കുകയാണ്. പ്രബോധിത സമുദായത്തോട്, കേൾവിക്കാരോട്, ആ കാലഘട്ടത്തിലുള്ള കേൾവിക്കാരോട് പരിശുദ്ധ ഖുർആൻ ചോദിക്കുകയാണ്, വെല്ലുവിളിക്കുകയാണ്. എന്താണ് ആ വെല്ലുവിളി? വഇദ് കുൻതും ഫീ റൈബിൻ മിമ്മാ നസ്സൽനാ അലാ അബ്ദിനാ فأتوا بسورة مثله وادعوا شهداءكم من دون الله إن كنتم صادقين. നാം നമ്മുടെ അടിമക്ക് അവതരിപ്പിച്ചു കൊടുത്ത ഈ ഗ്രന്ഥമുണ്ടല്ലോ, ഈ ഗ്രന്ഥത്തിൽ നിങ്ങൾ സംശയാലുക്കളാണെങ്കിൽ ഇതിന് സമാനമായ ഒരു അധ്യായമെങ്കിലും കൊണ്ടുവരിക. ഈ ആയത്ത് നമ്മളിങ്ങനെ ഓതുമ്പോൾ ഇത് ഒറ്റയടിക്ക് പടച്ചോ നടത്തിയ വെല്ലുവിളിയാണ് നമുക്ക് തോന്നും. അല്ല, ഇത് ഒരുപാട് വെല്ലുവിളികളുടെ പരിസമാപ്തിയാണ് യഥാർത്ഥത്തിൽ. പരിശുദ്ധ ഖുർആൻ പ്രിയപ്പെട്ടവരെ, വരുന്ന സമുദായത്തിന്റെ പശ്ചാത്തലം കൃത്യമായി നമ്മൾ മനസ്സിലാക്കണം. എഴുതാനും വായിക്കാനും അറിയാത്ത, കവികളില്ലാത്ത, സാഹിത്യകാരന്മാരില്ലാത്ത നിരക്ഷരപുഞ്ചരായ ആളുകളുടെ ഇടയിലേക്കല്ല പരിശുദ്ധ ഖുർആൻ അവതരിക്കുന്നത്. മറിച്ച് കവിതകൾ കൊണ്ട് അമ്മാനമാടുന്ന, കവിതകൾ എഴുതിക്കൊണ്ട് പരസ്പരം മത്സരിക്കുന്ന ആ ഒരു കാലഘട്ടത്തിലേക്കാണ് അല്ലാഹു സുബ്ഹാനഹു വ തആല പരിശുദ്ധ ഖുർആൻ അവതരിപ്പിക്കുന്നത്. ഗോത്രങ്ങൾ തമ്മിൽ മത്സരമാണ്. കവിതകളിലുള്ള ആ വാചാലതയിലൂടെയാണ് ആ ഗോത്രങ്ങളുടെ അഭിമാനം തന്നെ നിലനിന്നിരുന്നത്. കാബാലയത്തിൽ കെട്ടിത്തൂക്കപ്പെട്ട കവിതകൾ അവർക്ക് വലിയ അഭിമാനമായിരുന്നു. നിങ്ങൾ ആലോചിച്ചിട്ടുണ്ടോ, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം യഥാർത്ഥത്തിൽ ഇത് എൻ്റെ കൃതിയാണ്, എൻ്റെ രചനയാണ് എന്ന് പറഞ്ഞിരുന്നെങ്കിൽ, പ്രവാചകൻ ഇത് എൻ്റെ രചനയാണെന്ന് പറഞ്ഞിരുന്നെങ്കിൽ റസൂലിന് കല്ലേറ് കൊള്ളേണ്ടി വരുമായിരുന്നില്ല, പ്രവാചകൻ പരിഹസിക്കപ്പെടുമായിരുന്നില്ല, പ്രവാചകൻ തള്ളപ്പെടുമായിരുന്നില്ല, റസൂലിനെ അവർ പൂമാലയിട്ട് സ്വീകരിക്കുമായിരുന്നു. കാരണം ആ കാലഘട്ടത്തിൽ ഇത്രയും സുന്ദരമായ, കിടപിടിക്കാനാവാത്ത, തോൽപ്പിക്കാനാവാത്ത, പരാജയപ്പെടുത്താനാവാത്ത ഒരു സാഹിത്യ രചന എന്ന് പറഞ്ഞാൽ അത്രമേൽ വിലപ്പെട്ടതാണ്. പക്ഷെ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, ഇല്ല. എന്തുകൊണ്ട്? അത് പ്രവാചകന്റേതല്ല,
നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ രചനയല്ലേ അത്? അതുകൊണ്ട് തന്നെ അത് പറയാൻ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമക്ക് സാധ്യമല്ല. എത്രത്തോളം സാധ്യമല്ല, അതിലൊരു വാക്ക് പോലും കൂട്ടിച്ചേർക്കാൻ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമക്ക് സാധ്യമല്ല. പരിശുദ്ധ ഖുർആനിൽ സൂറത്തുൽ ഹാഖയുടെ അവസാന ഭാഗം നിങ്ങളൊന്ന് പരിശോധിച്ച് നോക്കുക. അല്ലാഹു പറയാൻ, വലൗ തഖവ്വല അലൈനാ ബഅദൽ ലഖാവീൽ ലഅഖദ്നാ മിൻഹു ബിൽ യമീൻ ثم لقطعنا منه الوتين. നമ്മുടെ പേരിൽ അദ്ദേഹം എങ്ങാനും ചില വാക്കുകളെങ്ങാനും പറയുകയാണെങ്കിൽ, ഈ പരിശുദ്ധ ഖുർആനിൽ വഹ്യല്ലാത്ത ദിവ്യബോധനമല്ലാത്ത വല്ലതും പ്രവാചകൻ കൂട്ടിച്ചേർക്കുകയാണെങ്കിൽ ലഅഖദ്നാ മിൻഹു ബിൽ യമീൻ, വലതുകൊണ്ട് നാം അദ്ദേഹത്തെ പിടിക്കുമായിരുന്നു. ثم لقطعنا منه الوتين, എന്നിട്ട് അദ്ദേഹത്തിന്റെ ജീവനാഡിയെ ഞാൻ മുറിച്ചു കളയുമായിരുന്നു. അതുകൊണ്ട് തന്നെ പ്രിയപ്പെട്ടവരെ, ഈ പരിശുദ്ധ ഖുർആൻ അതിൽ ഒരക്ഷരം പോലും, ഒരു വാക്ക് പോലും റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടേതായിട്ടില്ല, പ്രവാചകന്റേത് സ്വന്തമായിട്ടില്ല. ആ പരിശുദ്ധ ഖുർആനിലുള്ള ഓരോ അക്ഷരങ്ങളും ലോകത്തിന്റെ രക്ഷിതാവിൻ്റേത് മാത്രമാണ്. മഹാനായ ഉമർ ബിൻ ഖത്താബ് റളിയല്ലാഹു അൻഹു ഒരിക്കൽ കഅബാലയത്തിന്റെ അടുത്ത് തവാഫ് ചെയ്യാൻ വരുമ്പോ, കഅബാലയത്തിന്റെ അടുത്തൊരു നിഴൽ രൂപം മാത്രം, ആരുമില്ലാത്ത സമയത്ത്, ആരോരും കഅബയുടെ പരിസരത്തില്ലാത്ത സമയത്ത് അതാ ഒരു നിഴൽ രൂപം കഅബയെ ഇങ്ങനെ ചുറ്റിക്കൊണ്ടിരിക്കുകയാണ്. സൂക്ഷിച്ചു നോക്കിയപ്പോ തന്റെ ബദ്ധശത്രുവായ ഖുറൈശികൾക്കിടയിൽ ഭിന്നിപ്പുണ്ടാക്കിക്കൊണ്ടിരിക്കുന്ന, മക്കയിൽ ആകെ കലാപകലുഷിതമായ മക്കയുടെ അന്തരീക്ഷത്തിന് കാരണക്കാരനായ മുഹമ്മദ് ബിൻ അബ്ദുല്ലാഹ് സ്വല്ലല്ലാഹു അലൈഹി വസല്ലം എന്ന ഉമർ ഇസ്ലാം സ്വീകരിച്ചിട്ടുണ്ടായിരുന്നില്ല. പ്രിയപ്പെട്ടവരെ, അങ്ങനെ ഉമർ റളിയല്ലാഹു അൻഹുവിന്റെ പിന്നിലൂടെ ചെന്നിട്ട് ഉമർ റളിയല്ലാഹു അൻഹു പ്രവാചകന്റെ പിന്നിലൂടെ ചെന്നിട്ട് ആ പരിശുദ്ധ ഖുർആനിന്റെ വചനങ്ങൾ കേൾക്കുകയാണ്. അവശ്യസുന്ദരമായ ഒരു വലിയ വെള്ളച്ചാട്ടം പോലെ വാക്കുകൾ ഇങ്ങനെ നിർഗളിച്ചുകൊണ്ടിരിക്കുന്ന ഖുർആനിന്റെ ശ്രവ്യസുന്ദരമായ ആയത്തുകളിലൂടെ ഉമർ റളിയല്ലാഹു അൻഹു കടന്നുപോയപ്പോ അതിൽ അദ്ദേഹം മയങ്ങിപ്പോകുകയാണ്. എന്നിട്ട് അദ്ദേഹം ഉള്ളിൽ വിചാരിക്കുകയാണ്, വല്ലാത്തൊരു കവിത തന്നെയാണിത്, എത്ര സുന്ദരമായ കവിതയാണ്, എത്ര സുന്ദരനായ കവിയാണ് ഇയാളെന്ന് വിചാരിക്കുമ്പോ ഖുർആനിന്റെ മറുപടി വരികയാണ്, വമാ ഹുവ ബിഖൗലി ശാഇർ ഖലീലം മാ തുഅ്മിനൂൻ. നിങ്ങൾ കരുതുന്നത് പോലെ ഇതൊരു കവിതയൊന്നുമല്ല, ഇതൊരു കവിതയേയല്ല. ഉമറൊന്ന് ഞെട്ടിപ്പോകുകയാണ്. എങ്കിൽ ഇതൊരു കൈനോട്ടക്കാരന്റെ, ഭാവി പ്രവചനക്കാരന്റെ, ജ്യോത്സ്യന്റെ വാക്കുകളായിരിക്കും. കാരണം എൻ്റെ മനസ്സിലൊരു ചിന്ത വന്നപ്പോ ആ ചിന്തക്കുള്ള മറുപടിയാണല്ലോ ഇയാൾ പറയുന്നത്. വമാ ഹുവ ബിഖൗലി കാഹിൻ ഖലീലം മാ തദക്കറൂൻ. ഇതൊരു ജ്യോത്സ്യന്റെ വാക്കുകളല്ല കേട്ടോ, ഇതൊരു കൈനോട്ടക്കാരന്റെ, ഇതൊരു ഭാവി പ്രവചനക്കാരന്റെ വാക്കുകളുമല്ല. സ്വാഭാവികമായി ഉമർ ആലോചിച്ചു പോകുകയാണ്, ഇതാരുടെ വാക്കാണ്, ഇതാരുടെ വചനമാണെന്ന് ഉമർ റളിയല്ലാഹു അൻഹു സ്വാഭാവികമായി ചിന്തിച്ചു പോകുകയാണ്. അടുത്ത ആയത്തിലൂടെ അതാ വരുന്നു, തൻസീലും മിർ റബ്ബിൽ ആലമീൻ, തൻസീലും മിർ റബ്ബിൽ ആലമീൻ. ലോകങ്ങളുടെ രക്ഷിതാവായ, പ്രപഞ്ചത്തിനതീതനായ, സർവശക്തനായ, രാജാതിരാജനായ അല്ലാഹുവിൽ നിന്ന് അവതീർണമായതാണിത്. ഉമർ റളിയല്ലാഹു അൻഹു പിന്നീട് അവിടെ നിന്നില്ല. കാരണം ഇനിയും നിന്ന് കഴിഞ്ഞാൽ ഈ പരിശുദ്ധ ഖുർആനിൽ ഇന്നലകളിൽ ഈ സമുദായത്തിലെ പലരും മയങ്ങിയതുപോലെ താനും മയങ്ങാൻ സാധ്യതയുണ്ടെന്ന് വിചാരിച്ച് ഉമർ റളിയല്ലാഹു അൻഹു അവിടെ നിന്ന് മടങ്ങിപ്പോകുകയാണ്. പ്രിയപ്പെട്ടവരെ, അവിടെ നിന്ന് കൃത്യം 3 ദിവസം കഴിഞ്ഞിട്ടാണ് ഉമർ റളിയല്ലാഹു അൻഹുവിന്റെ ഇസ്ലാം സ്വീകരണം ഉണ്ടാകുന്നത്. ത്വാഹ മാ അൻസൽനാ അലൈക്കൽ ഖുർആന ലിതഷ്ഖാ. വീണ്ടും ഉമറിന്റെ ഹൃദയവികാരത്തോട് പരിശുദ്ധ ഖുർആൻ സംസാരിക്കുകയാണ്. 3 ദിവസം മുമ്പ് നടന്ന ആ സംഭവം കഴിഞ്ഞ് ഉമറിന്റെ മനസ്സ് വല്ലാത്ത ആകുലതയിലായിരുന്നു, വല്ലാത്ത ചിന്തയിലായിരുന്നു. ഞാൻ എന്ത് ചെയ്യണം? എനിക്കിതാ ഏകദേശം ബോധ്യപ്പെട്ടിട്ടുണ്ട് മുഹമ്മദ് സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ പറയുന്നത് സത്യമാണെന്ന്. ഈ പരിശുദ്ധ ഖുർആൻ ഒരു മനുഷ്യന്റെ വാക്കുകളല്ല, വചനങ്ങളല്ല എന്ന് എനിക്ക് ഏകദേശം ബോധ്യമായിട്ടുണ്ട്. പക്ഷെ ഞാൻ എങ്ങനെയാണ് ഈ പുത്തൻ മതത്തിൽ കയറുക? ഈ പുത്തൻ മതത്തിലേക്ക് ഞാൻ എങ്ങനെയാണ് ചേക്കേറുക? വല്ലാത്ത ആകുലതയിലായിരുന്നു. ആ ആകുലതയോട് പരിശുദ്ധ ഖുർആൻ സംസാരിക്കുകയാണ്. മാ അൻസൽനാ അലൈക്കൽ ഖുർആന ലിതഷ്ഖാ. അങ്ങ് വേദനിക്കാൻ വേണ്ടിയല്ല,
അങ്ങ് പ്രയാസപ്പെടാൻ വേണ്ടിയല്ല ഈ പരിശുദ്ധ ഖുർആനിന്റെ അവതീർണം ഉണ്ടാകുന്നത്. ഒരു മനുഷ്യന്റെ മനസ്സ് തകർന്ന് തരിപ്പണമാകാൻ, ഒരു മനുഷ്യന്റെ ഹൃദയത്തിൽ പതിറ്റാണ്ടുകൾ അടിഞ്ഞുകൂടിയിരുന്ന അന്ധകാരം മുഴുവൻ അസ്തമിച്ചു പോകാൻ, അതിനേക്കാൾ അതിന്റെ അപ്പുറത്തേക്കൊന്നും ആവശ്യമുണ്ടായിരുന്നില്ല. ആ വചനത്തേക്കാൾ കൂടുതലൊന്നും ആവശ്യമുണ്ടായിരുന്നില്ല. ഉമർ റളിയല്ലാഹു അൻഹു ഇസ്ലാമിലേക്ക് കടന്നു വന്ന് പിന്നീടുള്ള പതിറ്റാണ്ടുകൾ ഇസ്ലാമിന്റെ ചരിത്ര രചനയായിരുന്നു. തുല്യതയില്ലാത്ത, ലോകത്തൊരു മതത്തിനും സമുദായത്തിനും അവകാശപ്പെടാനില്ലാത്ത അത്രയും ഉന്നതമായ ചരിത്രം രചിച്ച ഖലീഫ ഉമർ എന്ന ചരിത്ര ഗ്രന്ഥങ്ങൾ അഭിസംബോധന ചെയ്യുന്ന മഹാനായ ഖലീഫ ഉമറുൽ ഫാറൂഖ് റളിയല്ലാഹു അൻഹുവിന്റെ ഖലീഫ ഉമറിന്റെ ജനനമുണ്ടാകുന്നത് അങ്ങനെയാണ്. പ്രിയപ്പെട്ടവരെ, ഞാൻ പറഞ്ഞു വരുന്നത് അത്രത്തോളം കവിതയുമായി സാഹിത്യവുമായി ബന്ധമുണ്ടായിരുന്ന, കവിത കണ്ടാൽ അറിയുന്ന, സാഹിത്യരചന കണ്ടാൽ അറിയുന്ന ഒരു കാലഘട്ടത്തിലേക്കാണ് പരിശുദ്ധ ഖുർആനിന്റെ അവതീർണം ഉണ്ടാകുന്നത്. എന്നിട്ട് ആ ഖുർആൻ ഈ പ്രബോധിത സമുദായത്തോട്, അതിനോട് പിന്തിരിഞ്ഞു നിൽക്കുന്ന, അതിന്റെ തകർച്ച കാണാൻ ആഗ്രഹിച്ചു നിൽക്കുന്ന, അതൊന്ന് തോറ്റുപോയി കാണാൻ ആഗ്രഹിച്ചു നിൽക്കുന്ന ബദ്ധശത്രുക്കളോട് പരിശുദ്ധ ഖുർആൻ പറഞ്ഞതെന്താണ്, ചോദിച്ചതെന്താണ്? സൂറത്തു ഇസ്രായിലൂടെ നമുക്ക് കാണാൻ കഴിയും. അല്ലാഹു പറയുകയാണ്, ഖുൽ ഇൻ ജിതമഅത്തിൽ ഇൻസു വൽ ജിന്നു അലാ അൻ യഅതു ബിമിസ്ലി ഹാദൽ ഖുർആൻ ലാ യഅതൂന ബിമിസ്ലിഹി വലൗ കാന ബഅദുഹും ലിബഅദിൻ ദഹീറാ. മനുഷ്യരും ജിന്നുകളും മുഴുവൻ ഒരുമിച്ച് കൂടുകയാണെങ്കിലും, ഈ ലോകത്തുള്ള മനുഷ്യരാശിയും ജിന്നുവർഗങ്ങളും മുഴുവൻ ഒരുമിച്ച് കൂടുകയാണെങ്കിലും ഏതിനു വേണ്ടി? അലാ അയ്യതു ബിമിസ്ലി ഹാദൽ ഖുർആൻ, ഈ പരിശുദ്ധ ഖുർആനിന് സമാനമായ ഒന്ന് കൊണ്ടുവരുന്ന പരിശ്രമത്തിൽ ഈ പറയുന്ന രണ്ട് ജീവിവർഗങ്ങളും ഒരുമിച്ച് നിൽക്കുകയാണെങ്കിൽ അള്ളാഹു ഗണ്ഡിതമായി പറയുകയാണ്, ലോകത്തിന്റെ രക്ഷിതാവിനല്ലാതെ മറ്റാർക്കാണ് പറയാൻ സാധിക്കുക? പ്രിയപ്പെട്ടവരെ, ഒരു ഗണ്ണിക എഴുതിക്കൊണ്ട് കയ്യിലേക്ക് കൊടുത്താൽ അത് നേരെയാണോ പിടിച്ചത്, തലതിരിച്ചാണോ പിടിച്ചത് എന്നും പോലും തിരിച്ചറിയാൻ സാധിക്കാത്ത നിരക്ഷരനായ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമക്ക് എങ്ങനെയാണ് ഇത്തരത്തിലുള്ള വെല്ലുവിളി നടത്താൻ സാധിക്കുക? അല്ലാഹ് പറയുന്നത് എന്താണ്? ലാ യഅതൂന ബിമിസ്ലി, അറിയുക, ഏറ്റെടുക്കുക, മനസ്സിലാക്കുക, ഇതിന് സമാനമായ ഒന്ന് കൊണ്ടുവരാൻ നിങ്ങളെ കൊണ്ട് സാധ്യമല്ല. വലൗ കാന ബഅദുഹും ലിബഅദിൻ ദഹീറാ, നിങ്ങൾ എല്ലാവരും ഒരുമിച്ച് പരസ്പരം പിന്താങ്ങ നൽകിക്കൊണ്ട് നിങ്ങൾ ഇതിന് പരിശ്രമിച്ചാലും ഈ ഖുർആനിന് സമാനമായ ഒന്ന് കൊണ്ടുവരാൻ നിങ്ങളെ കൊണ്ട് സാധ്യമല്ല. സൂറത്ത് ഇസ്രാ വായിച്ചു നോക്കിയാൽ നമുക്ക് ഈ വെല്ലുവിളി കാണാൻ കഴിയും. അവിടെ നിന്ന് വീണ്ടും പ്രിയപ്പെട്ടവരെ, ഖുർആനിന്റെ ശത്രുക്കളെ ഖുർആനതാ നിന്ദിക്കുകയാണ്, ഖുർആനതാ ചെറുതാക്കുകയാണ്. എത്രമാത്രം കഴിവുകെട്ടവനാണ് ലോകത്തിന്റെ സർവശക്തനായ രക്ഷിതാവിന് മുന്നിൽ മനുഷ്യന്റെ തലച്ചോറ് എത്രമാത്രം ദുർബലമാണെന്ന് ആവർത്തിച്ച് പഠിപ്പിച്ച് കാണിച്ചു തരുന്ന വചനങ്ങളാണ് വീണ്ടും വരുന്നത്. അല്ലാഹു അതാ പറയുകയാണ്, അം യഖൂലൂന ഇഫ്തറാ ഖുൽ ഫഅ്തൂ ബിഅശ്രി സുവരിൻ മിസ്ലിഹി മുഫ്തറയാത് وادعوا من استطعتم من دون الله إن كنتم صادقين. ഈ ഖുർആൻ കെട്ടിച്ചമച്ചതാണെന്നാണോ നിങ്ങൾ പറയുന്നത്? ഈ ഖുർആൻ കള്ളമാണെന്നാണോ നിങ്ങൾ പറയുന്നത്? എങ്കിൽ ഈ ഖുർആനിന് സമാനമായ ഖുർആൻ മുഴുവനൊന്നും വേണ്ട, മറിച്ച് ഖുൽ ഫഅ്തൂ ബിഅശ്രി സുവരിൻ മിസ്ലിഹി മുഫ്തറയാത്, നിങ്ങൾക്ക് പറ്റുമെങ്കിൽ, ഈ ഖുർആനിനെ തോൽപ്പിക്കാൻ നിങ്ങൾക്ക് പറ്റുമെങ്കിൽ അതിൽ നിന്ന് അതിന്റെ സമാനമായ 10 അധ്യായമെങ്കിലും നിങ്ങൾ കൊണ്ടുവരാൻ നിങ്ങൾക്ക് സാധിക്കുമോ? ഇൻ കുന്തും സ്വാദിഖീൻ, നിങ്ങൾ സത്യവാന്മാരാണെങ്കിൽ. കവികൾ തോറ്റുതുന്നം പാടുകയാണ്, സകല സാഹിത്യ രചനകളും തോറ്റുപോകുകയാണ്, പരാജയപ്പെട്ടു പോകുകയാണ്. ആ വെല്ലുവിളിക്ക് ഉത്തരം നൽകാൻ ആർക്കും സാധിച്ചിട്ടില്ല. 10 അധ്യായം എന്ന് പറഞ്ഞാൽ 2-3 പേജ് മാത്രമാണ് വരിക. പ്രിയപ്പെട്ടവരെ, അലം തറ കൈഫ ഫഅല റബ്ബുക ബി അസ്ഹാബിൽ ഫീൽ എന്ന് തുടങ്ങുന്ന ആയത്ത് തൊട്ട് സൂറത്തുൽ ഫീൽ എന്ന അധ്യായം തൊട്ട് ഇങ്ങോട്ട് വായിച്ചു നോക്കിയാൽ ചെറിയ ചെറിയ അധ്യായങ്ങളാണ്. ആ അധ്യായങ്ങൾക്ക് സമാനമായ 10 അധ്യായങ്ങൾ കൊണ്ടുവരുന്നതിൽ പോലും അതാ ആ കാലഘട്ടത്തിലെ സാഹിത്യ കുതുകുകൾ പരാജയപ്പെടുകയാണ്. അവിടുന്ന് അങ്ങോട്ട് ലോകത്തിന്റെ രക്ഷിതാവ് പരിശുദ്ധ ഖുർആനിന്റെ യഥാർത്ഥ രചയിതാവ് അവസാനത്തെ വെല്ലുവിളി നടത്തുകയാണ്. ആ വെല്ലുവിളിയാണ് സൂറത്തുൽ ബഖറയിലെ 22-ാമത്തെ ആയത്തിലൂടെ നാം 23-ാമത്തെ ആയത്തിലൂടെ നാം പരിചയപ്പെട്ടത്.
പറയുന്നത്. എന്താണ് അല്ലാഹു പറയുന്നത്? വഇൻ കുൻതും ഫീ റൈബ്, നിങ്ങൾ സംശയത്തിലാണെങ്കിൽ, മിമ്മാ നസ്സൽനാ അലാ അബ്ദിനാ, എൻ്റെ ഈ അടിമക്ക് നാം അവതരിപ്പിച്ചു കൊടുത്ത പരിശുദ്ധ ഖുർആനിന്റെ സത്യതയിൽ, അതിന്റെ അത്ഭുതത്തിൽ, അതിന്റെ ദിവ്യത്വത്തിൽ, അതിന്റെ അപ്രമാദിത്വത്തിൽ, അതിന്റെ അജയ്യതയിൽ നിങ്ങൾ സംശയാലുക്കളാണെങ്കിൽ, ഫഅ്തൂ ബിസൂറത്തിൻ മിൻ മിസ്ലി, അതിന് സമാനമായ ഒന്നുകൊണ്ട് നിങ്ങൾ കൊണ്ടുവരണ്ട, അല്ലെങ്കിൽ അതിന് സമാനമായ 10 അധ്യായവും നിങ്ങൾ കൊണ്ടുവരണ്ട. ബിസൂറത്തിൻ മിൻ മിസ്ലി, ഒരൊറ്റ അധ്യായം നിങ്ങൾ കൊണ്ടുവന്നാൽ മതി. സുബ്ഹാനല്ലാഹ്, വല്ലാത്തൊരു വെല്ലുവിളിയാണ്. ഒരൊറ്റ അധ്യായം. പരിശുദ്ധ ഖുർആനിലെ ഏറ്റവും ചെറിയ അധ്യായം ഏതാണ് പ്രിയപ്പെട്ടവരെ? ഇന്നാ അഅ്തൈനാകൽ കൗസർ ഫസല്ലി റബ്ബിക വൻഹർ ഇന്ന ശാനിഅക ഹുവൽ അബ്തർ. നീട്ടി മണിച്ച് സുന്ദരമായി ഓതിയാലും 15 സെക്കൻഡ് കൊണ്ടോ 20 സെക്കൻഡ് കൊണ്ടോ ഓതി തീർക്കാൻ കഴിയുന്ന ഒരു വരി മാത്രം വരുന്ന 3 ആയത്തുകൾ മാത്രം വരുന്ന പരിശുദ്ധ ഖുർആനിലെ ഏറ്റവും ചെറിയ അധ്യായമായ സൂറത്തുൽ കൗസറിന് സമാനമായ ഒരു അധ്യായം നിങ്ങൾക്ക് കൊണ്ടുവരാൻ സാധിക്കുമോ എന്നാണ് അല്ലാഹു ചോദിക്കുന്നത്. എന്നിട്ടുള്ള പറയുകയാണ്, വദഉ ശുഹദാഅകും മിൻ ദൂനില്ലാഹ്, അല്ലാഹുവിന് പുറമേയുള്ള നിങ്ങളുടെ സാക്ഷികളെ മുഴുവൻ നിങ്ങൾ വിളിച്ചുകൊള്ളുക, നിങ്ങളുടെ സഹായികളെ മുഴുവൻ നിങ്ങൾ വിളിച്ചുകൊള്ളുക. ഇൻ കുൻതും സാദിഖീൻ, സത്യവാന്മാരാണോ നിങ്ങളെങ്കിൽ നിങ്ങളത് ചെയ്തു കാണിക്കുക. ഇതുകൊണ്ട് അവസാനിക്കുന്നില്ല. എന്നിട്ട് അടുത്ത ആയത്തിൽ അല്ലാഹു പറയുകയാണ്, ഫഇല്ലം തഫഅലൂ, നിങ്ങളത് ഇന്ന് വരെ ചെയ്തിട്ടില്ലെങ്കിൽ, ഈ കാലഘട്ടത്തിൽ നിങ്ങളത് ചെയ്തിട്ടില്ലെങ്കിൽ, വലൻ തഫഅലൂ, നിങ്ങൾക്കതൊരിക്കലും ചെയ്യാൻ സാധ്യമല്ല. പ്രിയപ്പെട്ടവരെ, അറേബ്യൻ സാഹിത്യത്തിന്റെ ഏറ്റവും കുതുകികളായ, ഏറ്റവും കഴിവുറ്റ സാഹിത്യകാരന്മാർ ജീവിച്ച കാലഘട്ടമാണത്. അള്ളാഹു പറയുകയാണ്, ഈ കാലഘട്ടത്തിൽ നിങ്ങൾക്ക് കഴിഞ്ഞിട്ടില്ലെങ്കിൽ, ഇന്നും അറബിക് ഗ്രാമർ പരിശോധിക്കുമ്പോൾ, അറബിയിലുള്ള നിയമങ്ങൾ ഉണ്ടാക്കുമ്പോൾ ഇന്നത്തെ സാഹിത്യകാരന്മാരും ഇന്നത്തെ ഭാഷാ പണ്ഡിതരുമെല്ലാം അവലംബിക്കുന്നത് ആ കാലഘട്ടത്തിലുള്ളവരെയാണ്. ഇന്നും അറബി കോളേജിൽ പഠിക്കുന്ന കുട്ടികൾക്കറിയാം, പഠിക്കുന്നത് ഭാഷ ക്ലിയർ ആവാൻ വേണ്ടി, നന്നാവാൻ വേണ്ടി പഠിക്കുന്നത് ഇമ്രുൽ ഖൈസിന്റെ കവിതയാണ്. പ്രിയപ്പെട്ടവരെ, അത്രത്തോളം ആ കാലഘട്ടത്തിൽ നിങ്ങൾക്കിത് സാധിച്ചിട്ടില്ലെങ്കിൽ അല്ലാഹു പറയാണ്, ഫഇല്ലം തഫഅലൂ, ഇത്രയും വലിയ സാഹിത്യകുതികളായ ബുദ്ധിരാക്ഷസന്മാർ ജീവിക്കുന്ന ഈ കാലഘട്ടത്തിൽ ഈ വെല്ലുവിളി ഏറ്റെടുക്കാൻ നിങ്ങൾക്ക് സാധിച്ചിട്ടില്ലെങ്കിൽ അറിയുക, വലൻ തഫഅലൂ, നിങ്ങൾക്കിത് ചെയ്യാനും സാധ്യമല്ല. ഇത്രയും നിങ്ങൾ സാഹിത്യത്തിൽ ഉയർന്നു നിൽക്കുന്ന ഈ സന്ദർഭത്തിൽ ചെയ്യാൻ കഴിഞ്ഞിട്ടില്ലേ, ഇനി ഖിയാമത്ത് നാൾ വരെ നിങ്ങളിത് ചെയ്യൂല എന്ന് പറഞ്ഞിട്ട് വെല്ലുവിളിച്ചിട്ട് പടച്ചോൻ തന്നെ അതിന് ഉത്തരം പറയാൻ. അങ്ങനെ ഒരു വെല്ലുവിളി നിങ്ങൾ വേറെ എവിടെയും കേട്ടിട്ടുണ്ടോ? അള്ളാഹു തന്നെ അതിന് ഉത്തരം പറയാൻ. പ്രിയപ്പെട്ടവരെ, ഇതിലൂടെ അള്ളാഹു സ്ഥാപിക്കുന്നത് എന്താണ്? 23 24 ആയത്തിന്റെ പകുതിയിലൂടെയും റബ്ബ് സുബ്ഹാനഹു വ തആല നമുക്ക് പരിചയപ്പെടുത്തി തരുന്നത് എന്താണ്? ഈ പരിശുദ്ധ ഖുർആൻ കാണിക്കുന്ന മാർഗമാണ് യഥാർത്ഥത്തിലുള്ള മാർഗം. ഇന്ന ഹാദൽ ഖുർആന യഹ്ദീ ലില്ലതീ ഹിയ അഖ്വം, നേരായ മാർഗത്തിൽ നിലനിൽക്കാൻ ആഗ്രഹിക്കുന്നവർക്ക് ചൊവ്വായ പാത കാണിച്ചു കൊടുക്കുന്നത് ഈ പരിശുദ്ധ ഖുർആനാണ്. ഈ പരിശുദ്ധ ഖുർആൻ മുന്നോട്ട് വെക്കുന്ന ധാർമ്മികതയെ വിമർശിക്കാൻ, ഈ പരിശുദ്ധ ഖുർആൻ മുന്നോട്ട് വെക്കുന്ന സിവിൽ കോഡാകട്ടെ, പീനൽ കോഡാകട്ടെ, അത് തെറ്റാണെന്ന് സ്ഥാപിക്കാൻ, സംവദിക്കാൻ, യുക്തിബദ്ധമായി സ്ഥാപിക്കാൻ ലോകത്തൊരു ബുദ്ധിജീവിക്കും, ലോകത്തൊരു ഡിബേറ്റ് നടത്തുന്നവനും, ലോകത്തൊരു പ്രാസംഗികനും സാധ്യമല്ല എന്ന് വ്യക്തമായി അല്ലാഹു സുബ്ഹാനഹു വ തആല മുറിച്ചിട്ടുണ്ട്. ഇവിടെ ഈ 1.5 ആയത്തുകളിലൂടെ കൃത്യമായ റിസാലത്താണ് അല്ലാഹു സുബ്ഹാനഹു വ തആല സംസാരിച്ചിട്ടുള്ളത്. ഈ റിസാലത്തിനും അപ്പുറത്ത് പ്രിയപ്പെട്ടവരെ, അടുത്ത 1.5 ആയത്തിലൂടെ അല്ലാഹു സുബ്ഹാനഹു വ തആല സംസാരിക്കാൻ പോകുന്നത് നമ്മുടെ ലക്ഷ്യമായ റബ്ബിനെ ആരാധിക്കുന്നതിലൂടെ നമ്മൾ നേടിയെടുക്കേണ്ട ജീവിത ലക്ഷ്യമായ പരലോകമോക്ഷത്തെ കുറിച്ചാണ് അടുത്ത 1.5 ആയത്തിലൂടെ അല്ലാഹു സുബ്ഹാനഹു വ തആല സംസാരിക്കുന്നത്. അല്ലാഹു പറയാണ്, ഈ ആയത്തിന്റെ പകുതിയിൽ പടച്ചറബ് പറയുന്നു, ഫത്തഖുന്നാർ, നരകത്തെ നിങ്ങൾ സൂക്ഷിച്ചുകൊള്ളുക, അഗ്നിയെ നിങ്ങൾ സൂക്ഷിച്ചുകൊള്ളുക. അള്ളാഹുവിന്റെ ഈ കലാമിനെതിരെ പ്രചാരണം നടത്തി അള്ളാഹുവിന്റെ അത്ഭുതങ്ങളെ നിഷേധിച്ച് ആയത്തുകളെ നിഷേധിക്കുന്ന നിങ്ങൾ നരകാഗ്നിയെ സൂക്ഷിച്ചുകൊള്ളുക, നരകാഗ്നിയെ ഓർത്തുകൊള്ളുക. വഖൂദുഹന്നാസു വൽ ഹിജാറ, അവിടെ കത്തിക്കപ്പെടുന്നത് മനുഷ്യനും കല്ലുകളുമാണ്. നിഷേധികൾക്ക് വേണ്ടി ഒരുക്കി വെച്ചതാണ് ആ നരകമെന്ന് ലോകത്തിന്റെ രക്ഷിതാവ് നമുക്ക് പറഞ്ഞു തരികയാണ്. പ്രിയപ്പെട്ടവരെ, 66 അധ്യായം സൂറത്തു തഹ്രീമിന്റെ 6 ആയത്തിലൂടെ അല്ലാഹു സുബ്ഹാനഹു വ തആല നമുക്ക് മുന്നറിയിപ്പ് നൽകുകയാണ്. യാ അയ്യുഹല്ലദീന ആമനൂ, അല്ലയോ സത്യവിശ്വാസികളെ,
ഖൂ അൻഫുസകും വഅഹ്ലീകും നാറാ وقودها الناس والحجارة عليها ملائكة غلاظ شداد لا يعصون الله ما أمرهم ويفعلون ما يؤمرون. സത്യവിശ്വാസികളെ, നിങ്ങളെയും നിങ്ങളുടെ സ്വന്തത്തെയും നിങ്ങളുടെ കുടുംബത്തെയും നരകാഗ്നിയിൽ നിന്ന് കാത്തു സൂക്ഷിച്ചുകൊള്ളുക. അവിടെ മനുഷ്യരും കല്ലുകളുമാണ് കത്തിക്കപ്പെടുക. പരുപരുക്കന്മാരായ ശക്തന്മാരായ മാലാഖമാർ ആ നരകത്തിന് കാവലുണ്ടാകുമെന്ന് അല്ലാഹു സുബ്ഹാനഹു വ തആല നമുക്ക് പറഞ്ഞു തരികയാണ്. പ്രിയപ്പെട്ടവരെ, ആ നരകത്തിൽ കടക്കേണ്ടതില്ല. ആ നരകത്തെ കാണുന്നത് തന്നെ അദാബാണ്. ആ നരകത്തിന്റെ ദർശനം തന്നെ അദാബാണ്. പരലോകത്ത് മഅ്ശറയിൽ മനുഷ്യരിങ്ങനെ ഒരുമിച്ച് നിൽക്കുമ്പോ സ്വർഗവും കൊണ്ടുവരപ്പെടുമെന്നാണ്. വഉസ്ലിഫത്തിൽ ജന്നത്തു ലിൽമുത്തഖീന ഗൈറ ബഈദ് ഹാദാ മാ തുഅദൂന ലികുല്ലി അവ്വാബിൻ ഹഫീർ. സൂക്ഷ്മത പാലിച്ച് ജീവിച്ച ആളുകൾക്ക് കാണുന്ന രൂപത്തിൽ സ്വർഗത്തെ അതാ അടുത്തേക്ക് കൊണ്ടുവരപ്പെടുകയാണ്. അതേ സമയം തന്നെ നരകത്തെയും കൊണ്ടുവരപ്പെടുമെന്നാണ്. യുബസ്വറൂനഹും, അന്നവർക്കത് കാണിക്കപ്പെടുമ്പോ, ആ നരകാഗ്നി കാണിക്കപ്പെടുമ്പോ, പ്രിയപ്പെട്ടവരെ, ഇൻതലിഖൂ ഇലാ ദുല്ലിൻ ദീ സലാസി ശുഅബ് ലാ ദലീലിൻ വലാ യുഗ്നി മിനൽ ലഹബ് ഇന്നഹാ തർമീ ബിശററിൻ കൽ ഖസ്ർ കഅന്നഹു ജിമാലത്തുൻ സുഫർ വൈലു യൗമഇദിൽ ലിൽമുകദ്ദിബീൻ. പരിമിതമായ ബുദ്ധിയുടെ മണ്ഡലത്തിനകത്ത് വെച്ച് അള്ളാഹുവിന്റെ വലിയ ദൃഷ്ടാന്തങ്ങളെ നിഷേധിച്ചു തള്ളി വരാനിരിക്കുന്ന യാഥാർത്ഥ്യമായ പരലോക ജീവിതത്തെ കളിയാക്കി കൊഞ്ഞനം കുത്തി അവസാനം റബ്ബിന്റെ വിചാരണയുടെ കോടതിയിൽ വന്നുകൊണ്ട് നരകം കാണുമ്പോ ആ നരകത്തെ അവരെ കാണുന്ന രൂപം എന്താണെന്നറിയുമോ? വലിയ കൊട്ടാരങ്ങൾ പോലെയുള്ള, വലിയ പർവ്വതങ്ങൾ പോലെയുള്ള, ഒട്ടകക്കൂട്ടങ്ങളെ പോലെയുള്ള തീജ്വാലകൾ മുകളിലോട്ട് വമിച്ചുകൊണ്ടിരിക്കുന്ന ഭീകരമായ നരകം. ആ നരകമങ്ങ് കാണുമ്പോ ആ നരകത്തിലേക്ക് പോകുമെന്ന് ഉറപ്പുള്ള ചില ആളുകളുണ്ട്. അവരുടെ മുഖങ്ങൾ കണ്ടാൽ മനസ്സിലാവും, അവരുടെ ഗ്രന്ഥം നൽകപ്പെട്ട രീതി കണ്ടാൽ മനസ്സിലാവും, അവരുടെ തുലാസ് കണ്ടാൽ മനസ്സിലാവും. ആ ആളുകൾ നരകത്തെ കാണുമ്പോ യവദ്ദുൽ മുജ്രിമു ലൗ യഫ്തദീ മിൻ അദാബി യൗമഇദിൻ ബിബനീ വസാഹിബതിഹി വഅഖീഹി വഫസീലതിഹി അല്ലതീ തുവീ വമൻ ഫിൽ അർദി ജമീഅ ثم ينجي كلا إنها لظى نزاعة للشوى. സൂറത്തുൽ മആരിജിലൂടെ ആ സമയത്ത് മനുഷ്യൻ കടന്നു പോകുന്ന മാനസികമായ അവസ്ഥയെക്കുറിച്ചാണല്ലോ പറഞ്ഞത്. നരകത്തിലെ അദാബിനെ കുറിച്ചല്ല. ആ നരകം കാണുന്ന, ആ നരകം ദർശിക്കുന്ന കുറ്റവാളിയായ ഒരു മനുഷ്യന്റെ മനോവ്യവഹാരത്തെ കുറിച്ചാണ് ലോകത്തിന്റെ രക്ഷിതാവ് സംസാരിക്കുന്നത്. എന്താണ് പറയുന്നത് പ്രിയപ്പെട്ടവരെ? എന്റെ ഉമ്മാനെ പകരം തരാം, എന്റെ ബാപ്പയെ പകരം തരാം, എന്റെ മക്കളെ പകരം തരാം, എന്റെ ഭാര്യയെ പകരം തരാം, എന്റെ ആത്മമിത്രത്തെ പകരം തരാം. വമൻ ഫിൽ അർദി ജമീഅ, ഈ ദുനിയാവിൽ ആരൊക്കെ ജനിച്ച് ജീവിച്ച് മരണപ്പെട്ടു പോയിട്ടുണ്ടോ അവരെ എല്ലാം പകരം തരാം. സുമ്മ യുൻജി, എന്നിട്ട് ഞാൻ മാത്രം ഒന്ന് രക്ഷപ്പെട്ടിരുന്നെങ്കിൽ, ഞാൻ മാത്രം ഒന്ന് വിടുതൽ നൽകപ്പെട്ടിരുന്നെങ്കിൽ, ഉദർ നൽകപ്പെട്ടിരുന്നെങ്കിൽ എന്ന് ഓരോ കുറ്റവാളിയും ആഗ്രഹിച്ചു പോകുന്നതാണ്. രക്ഷപ്പെടാൻ സാധ്യമല്ല പ്രിയപ്പെട്ടവരെ. യുരീദൂന അൻ യഖ്റുജൂ മിനന്നാർ വമാ ഹും ബിഖാരിജീന മിൻഹാ വലഹും അദാബും മുഖീം. ഓരോ സന്ദർഭത്തിലും ആ നരകത്തിൽ നിന്ന് പുറത്തേക്ക് കടക്കണമെന്ന് അവർ ആഗ്രഹിച്ചുകൊണ്ടേയിരിക്കുന്നതാണെന്നാൽ വമാ ഹും ബിഖാരിജീന മിനന്നാർ, ആ നരകത്തിൽ നിന്ന്, ആ അഗ്നിയിൽ നിന്ന് പുറത്തേക്ക് കടക്കാൻ അവരെ കൊണ്ട് സാധ്യമല്ല. വലഹും അദാബും മുഖീം, നിലനിൽക്കുന്ന ശിക്ഷയാണ് അവർക്കുണ്ടാകുക. ഭീകരമായ, ഭയാനകമായ, നമ്മുടെ സകല കണക്കുകൂട്ടലുകൾക്കും അപ്പുറത്തുള്ള വേദനാജനകമായ ശിക്ഷ, നരകത്തിന്റെ അദാബ് വിവരിച്ചപ്പോ പരിശുദ്ധ ഖുർആൻ 3 രീതിയിലാണ് ശിക്ഷയെക്കുറിച്ച് പറഞ്ഞത്. ഒന്ന് അദാബുൻ അലീം, വേദനാജനകമായ ശിക്ഷ എന്നാണ്. ഒരു മനുഷ്യന് വേദന എത്രത്തോളം അനുഭവിക്കാൻ സാധിക്കുമോ അത്രത്തോളം തീവ്രതയിൽ നരകവാസി വേദന അനുഭവിക്കുമെന്നാണ്. ഇന്നല്ലദീന കഫറൂ ബിആയാതിനാ, നമ്മുടെ ദൃഷ്ടാന്തങ്ങളെ നിഷേധിച്ചവർ സൗഫ നുസ്ലീഹിം നാറാ, പിന്നീട് നരകത്തിൽ എരിയുന്നതാണ്. ഏത് വിധത്തിലാണ് അവർ എരിയുക? കുല്ലമാ നദിജത് ജുലൂദുഹും
ബദ്ദൽനാഹും ജുലൂദൻ ഗൈറഹാ ലിയദൂഖുൽ അദാബ്. അവന്റെ തൊലിപ്പുറം ഇങ്ങനെ ഉരുകി തീരുമ്പോ, കത്തിത്തീരുമ്പോ പകരമായി മറ്റൊരു തൊലി കൊടുത്തുകൊണ്ട് അല്ലാഹു അവനെ ശിക്ഷ അനുഭവിപ്പിക്കുകയാണ്. നരകത്തിന്റെ തീ ഒരിക്കലും പ്രകാശം നൽകുന്നതല്ല. ആ നരകത്തിലുള്ള പുക കൊണ്ടുള്ള നിഴലുകൾ ഒരിക്കലും പ്രകാശം ഒരിക്കലും സമാധാനം നൽകുന്നതല്ല. വഅസ്ഹാബുശ് ശിമാലി മാ അസ്ഹാബുശ് ശിമാൽ ഫീ സമൂമിൻ വഹമീം വദുല്ലിൻ മിൻ യഹ്മൂം ലാ ബാരിദിൻ വലാ കരീം ഇന്നഹും കാനൂ ഖബല ദാലിക മുത്രഫീൻ വകാനൂ യുസിറൂന അലൽ ഹിൻസിൽ അദീം. ഇടതിന്റെ ആളുകൾ എവിടെയാണ് ഉണ്ടാകുക? അതിഭയാനകമായ നരകത്തിന്റെ അടിയിലാണ് ഉണ്ടാവുക, അതിന്റെ നിഴലിലാണ് ഉണ്ടാവുക. അതൊരിക്കലും തണുപ്പ് നൽകുന്നതല്ല കേട്ടോ. ലാ ബാരിദിൻ വലാ കരീം, ഒരിക്കലും തണുപ്പ് നൽകുന്നതോ സുഖപ്രദമായതോ മാന്യമായതോ അല്ല. ഇന്നഹും കാനൂ ഖബല ദാലിക മുത്രഫീൻ. എന്താണ് അതിന്റെ കാരണം? അവർ മുൻപ് സുഖിയന്മാരായിരുന്നു. സകല സുഖങ്ങളും സന്തോഷങ്ങളും ആർഭാടങ്ങളും അനുഭൂതികളും ആവോളം ആസ്വദിച്ചുകൊണ്ട് ഈ പരലോക ജീവിതത്തിന്റെ കടക്ക് പറച്ചിലിനെ കുറിച്ച് പൂർണ്ണമായി മറന്നുപോയവരാണ്. വകാനൂ യുസിറൂന അലൽ ഹിൻസിൽ അദീം. വമ്പിച്ച പാതകങ്ങളിൽ എത്ര മുന്നറിയിപ്പ് കേട്ടിട്ടും, എത്ര തന്നെ പ്രഭാഷണങ്ങൾ കേട്ടിട്ടും, എത്ര തന്നെ പരലോകത്തെ കുറിച്ചുള്ള വാക്കുകൾ കേട്ടിട്ടും അവർ ചെയ്തുകൊണ്ടിരിക്കുന്ന വൻ പാപങ്ങളിൽ നിന്ന് മാറി നിൽക്കാൻ അവർ തയ്യാറായിരുന്നില്ല. വകാനൂ യഖൂലൂന അഇദാ മിത്നാ വകുന്നാ തുറാബൻ വഇദാമൻ അഇന്നാ ലമബ്ഊസൂൻ അവ ആബാഉനൽ അവ്വലൂൻ ഖുൽ ഇന്നൽ അവ്വലീന വൽ ആഖിരീൻ ലമജ്മൂഊന ഇലാ മീഖാതി യൗമിൻ മഅലൂം. അല്ലാഹുവിന്റെ മുന്നറിയിപ്പിന്റെ സ്വരത്തെ നിങ്ങളൊന്ന് പഠിച്ചു നോക്ക് പ്രിയപ്പെട്ടവരെ. പരിശുദ്ധ ഖുർആനിന്റെ വചനത്തെ നിങ്ങളൊന്ന് പഠിച്ചു നോക്ക്. അവരതാ പറഞ്ഞിരുന്നു, ദുനിയാവിൽ വെച്ച് അവർ പറഞ്ഞിരുന്നു, നമ്മൾ മണ്ണിനോട് ലയിച്ചു കഴിഞ്ഞാൽ, എല്ലുകൾ പോലും നുരുമ്പിച്ച് മണ്ണായി മാറിക്കഴിഞ്ഞാൽ പിന്നീട് ഒരു വട്ടം, പിന്നീട് ഒരു അവസരത്തിൽ മറ്റൊരു ലോകത്ത് വെച്ച് നാം ഉയർത്തെഴുന്നേൽപ്പിക്കപ്പെടുകയോ, നമ്മുടെ മുൻഗാമികളും ആയിരക്കണക്കിന് കൊല്ലങ്ങൾക്ക് മുമ്പ് മരണപ്പെട്ടു പോയ ഞങ്ങളുടെ മുൻഗാമികളും ഇതുപോലെ ഉയർത്തെഴുന്നേൽപ്പിക്കപ്പെടുമെന്നാണോ നിങ്ങൾ പറയുന്നത്? അള്ളാഹുവിന്റെ മറുപടി എന്താണെന്ന് അറിയുമോ? ഖുൽ നബിയേ പറയുക, ഇന്നൽ അവ്വലീന വൽ ആഖിരീൻ, മുൻഗാമികളാകട്ടെ പിൻഗാമികളാകട്ടെ നിശ്ചയമെല്ലാവരും ഉയർത്തെഴുന്നേൽപ്പിക്കപ്പെടുന്നതാണ്. ലമജ്മൂഊന ഇലാ മീഖാതി യൗമിൻ മഅലൂം, കണക്കാക്കപ്പെട്ട നിശ്ചിതമായ സ്ഥലത്തും സമയത്തും അവർ ഒരുമിച്ച് കൂട്ടപ്പെടുക തന്നെ ചെയ്യുന്നതാണ്. പരിശുദ്ധ ഖുർആനിൽ സൂറത്തുൽ ഖിയാമയിൽ എന്ന് പറയുന്നു, ബലാ ഖാദിരീന അലാ അൻ നുസവ്വിയ ബനാന, അവന്റെ വിരൽ തനപ്പിനെ പോലും ശരിപ്പെടുത്താൻ നാം കഴിവുള്ളവനാണ്. പ്രിയപ്പെട്ടവരെ, നരകവാസികളെ കുറിച്ച് റബ്ബ് സുബ്ഹാനഹു വ തആല സംസാരിച്ചപ്പോ, ആ ഭീകരമായ പുകക്കുള്ളിൽ അനുഭവിച്ചു കൊണ്ടിരിക്കുന്ന നരകവാസികളെ കുറിച്ച് റബ്ബ് പറഞ്ഞപ്പോ അവർ പറയുന്ന വാക്കുകളെ കുറിച്ചാണ് പരിശുദ്ധ ഖുർആൻ സംസാരിക്കുന്നത്. ഒന്നാമതായി അദാബുൻ അലീം എന്ന് പറയുമ്പോ വേറൊരു ശിക്ഷയെ കുറിച്ചല്ല പറയുന്നത്. എന്താണെന്ന് അറിയുമോ? അദാബുൻ അദീം, വമ്പിച്ച ശിക്ഷയാണ്, ഭയാനകമായ ശിക്ഷയാണ്, ഓർക്കുമ്പോ തന്നെ പേടി തോന്നുന്ന ശിക്ഷയാണ്. ആ നരകത്തിൽ കേൾക്കാൻ കഴിയുന്ന ഒരേ ഒരു ശബ്ദം പ്രിയപ്പെട്ടവരെ ദീനരോധനങ്ങൾ മാത്രമാണ്, സഹായാർത്ഥനകൾ മാത്രമാണ്. ആരോടൊക്കെയാണ് സഹായമർത്ഥിക്കുക? അള്ളാഹുവിനോട് സഹായമർത്ഥിക്കുകയാണ്. അള്ളാഹുവിന്റെ മറുപടി എന്താണ്? ഇന്നാ നസീനാക്കും, ഞാനിതാ നിങ്ങളെ മറന്നിരിക്കുന്നു. ഇനി എന്റെ ഉത്തരം നിങ്ങൾക്കില്ല, എന്റെ കരുണ നിങ്ങൾക്കില്ല, എന്റെ കടാക്ഷം നിങ്ങൾക്കില്ല. ഞാനിതാ നിങ്ങളെ മറന്നിരിക്കുകയാണ്. ഏതുപോലെ കമാ നസീതും ലിഖാ യൗമികും ഹാദാ, ഈ ദിവസത്തെ കണ്ടുമുട്ടുന്നത് നിങ്ങൾ മറന്നതുപോലെ, ഈ ദിവസത്തെ കണ്ടുമുട്ടുന്നത് നിങ്ങൾ വിസ്മരിച്ചതുപോലെ ഞാനിതാ നിങ്ങളെ മറന്നിരിക്കുന്നു. അതാ നരകവാസികൾ വീണ്ടും ആർത്തുകരയുകയാണ്. ആരെ വിളിച്ചിട്ട്? വനാദു യാ മാലിക് ലിയഖ്ദി അലൈനാ റബ്ബുക്, അല്ലയോ മാലിക്കേ, നരകത്തെ കാക്കുന്ന മലക്കുകളുടെ നേതാവാണ് മാലിക് അലൈഹിസ്സലാത്തു വസ്സലാം. ആ മാലിക്കിനെ വിളിച്ചിട്ടാണ് പിന്നീട് കരയാൻ തുടങ്ങുന്നത്. വനാദു യാ മാലിക്, അല്ലയോ മാലിക്കേ. എന്തിനാണ് ഈ നരകവാസികൾ ചോദിക്കുന്നത് പ്രിയപ്പെട്ടവരെ?
തങ്ങൾക്ക് മോചനം കിട്ടാനല്ല, നരകമോചനം കിട്ടാനല്ല, ഭക്ഷണത്തിന് വേണ്ടിയല്ല, വെള്ളത്തിന് വേണ്ടിയല്ല. ലിയഖ്ദി അലൈനാ റബ്ബുക്, ഞങ്ങളെ ഒന്ന് കൊന്നു തരുമോ, ഈ ജീവിതം ഒന്ന് അവസാനിപ്പിച്ചു തരുമോ, ഞങ്ങൾക്ക് മോചനം വേണ്ട, ഞങ്ങൾക്ക് സ്വർഗത്തിലേക്ക് പോകണ്ട, ഞങ്ങൾക്കൊന്ന് മരിച്ചു കിട്ടിയാൽ മതി എന്ന് ആ നരകവാസികൾ ആർത്തലച്ച് പറയുകയാണ്. ആ മാലിക് എന്ന മലക്കിന്റെ മറുപടി എന്താണ്? ഖാല ഇന്നകും മാകിസൂൻ, മരണമില്ലല്ലോ കൂട്ടരെ, നിങ്ങൾക്ക് മരിക്കാൻ സാധ്യമല്ല എന്ന് മാലിക് അലൈഹിസ്സലാത്തു വസ്സലാം പറയുകയാണ്. അതാ അവർ സ്വർഗവാസികൾ വിളിച്ചു കരയുന്നു. വനാദാ അസ്ഹാബുൻ നാരി അസ്ഹാബൽ ജന്ന അൻ അഫീദു അലൈനാ മിനൽ മാ ഔ മിമ്മാ റസഖകുമുല്ലാഹ് ഖാലൂ ഇന്നല്ലാഹ ഹറമഹുമാ അലൽ കാഫിരീൻ. അല്ലയോ സ്വർഗവാസികളെ, അല്ലയോ ജന്നത്തിന്റെ അഹ്ലുകാരെ, നിങ്ങൾക്ക് എത്രയോ പാനീയങ്ങൾ റബ്ബ് തന്നിട്ടുണ്ടല്ലോ. കള്ളിന്റെ പുഴകളുണ്ട്, പാലിന്റെ പുഴകളുണ്ട്, തേനിന്റെ പുഴകളുണ്ട്, കണ്ണീര് പോലെയുള്ള ചാലിട്ടൊഴുകുന്ന വെള്ളത്തിന്റെ അരുവികൾ എണ്ണമറ്റതായിട്ടുണ്ട്. അതിൽ നിന്ന് വല്ലതും ഞങ്ങൾക്കൊന്ന് ഒഴിച്ചു തരുമോ, ഞങ്ങളെ ഒന്ന് സഹായിക്കുമോ, ഒന്ന് ഞങ്ങൾക്ക് അനുവദിച്ചു തരുമോ എന്ന് ചോദിക്കുമ്പോ അവർക്കുള്ള മറുപടി എന്താണ് പ്രിയപ്പെട്ടവരെ? ഖാലൂ ഇന്നല്ലാഹ ഹറമഹുമാ അലൽ കാഫിരീൻ. നിഷേധികളെ, ഇന്നേ ദിവസം നിങ്ങൾക്കത് നിഷിദ്ധമാണ്. തൊണ്ട നനയുന്ന, ആശ്വാസം ലഭിക്കുന്ന, സാന്ത്വനം ലഭിക്കുന്നതെല്ലാം നിങ്ങൾക്ക് നിഷിദ്ധമാണ്. നിങ്ങളോടൊരു കരുണയുമില്ല, നിങ്ങളോടൊരു വിട്ടുവീഴ്ചയുമില്ല, നിങ്ങൾക്കൊരു പരിഗണനയുമില്ല, നിങ്ങൾക്കൊരു വിടുതലുമില്ല. നിങ്ങൾ അനുഭവിച്ചുകൊണ്ടിരിക്കുന്ന ശിക്ഷയുണ്ടല്ലോ, സിദ്നാഹും ഫൗഖൽ അദാബ്, ആ അദാബിന് പുറമെ അതിന്റെ മുകളിൽ അദാബ് ഇങ്ങനെ റബ്ബ് സുബ്ഹാനഹു വ തആല കൂട്ടിക്കൊണ്ടേ ഇരിക്കുമെന്ന് പരിശുദ്ധ ഖുർആൻ നമുക്ക് പഠിപ്പിച്ചു തരികയാണ് പ്രിയപ്പെട്ടവരെ. അദാബുൻ അദീം, ഭയാനകമായ വമ്പിച്ച ശിക്ഷയാണ്. മൂന്നാമതായി അല്ലാഹു പറഞ്ഞത് വലഹും അദാബും മുഹീൻ, നിന്ദ്യമായ ശിക്ഷയാണ്, നിന്ദ്യമായ അദാബാണ് അവരെ കാത്തിരിക്കുന്നത്. പ്രിയപ്പെട്ടവരെ, ആ നരകത്തിൽ ശരീരത്തിന്റെ വേദന മാത്രമല്ല, മനസ്സിന്റെ വേദന കൂടിയുണ്ട്. ആ നരകത്തിൽ വെച്ച് പിശാച് പറയുന്ന ഒരു സംസാരമുണ്ട്. പിശാചിന്റെ ചതിയുടെ യഥാർത്ഥത്തിലുള്ള മുഖം നരകവാസികൾ കാണുന്ന ഒരു രംഗത്തെ കുറിച്ച് സൂറത്ത് ഇബ്രാഹിമിൽ റബ്ബ് സുബ്ഹാനഹു വ തആല നമുക്ക് വിവരിച്ചു തരുന്നുണ്ട്. വഖാല ശൈത്വാനു ലമ്മാ ഖുദിയൽ അംർ, കാര്യങ്ങൾ മുഴുവൻ തീരുമാനിക്കപ്പെട്ട് കഴിയുമ്പോൾ നരകവാസികൾ നരകത്തിലും സ്വർഗവാസികൾ സ്വർഗത്തിലും, ആറാഫിന്റെ ആളുകൾ അസ്ഹാബുൽ ആറാഫ് ആറാഫിലും ആയി കഴിയുമ്പോൾ, കാര്യങ്ങൾ മുഴുവൻ തീരുമാനിക്കപ്പെട്ട് കഴിഞ്ഞാൽ പിശാച് എഴുന്നേറ്റ് നിന്നുകൊണ്ട് നരകത്തിൽ നിന്ന് പറയുകയാണ്, ഇന്നല്ലാഹ വഅദകും വഅദൽ ഹഖ്, അല്ലാഹു ഇതാ നിങ്ങൾക്ക് സത്യമായ വാഗ്ദാനം നൽകിയിരിക്കുന്നു. തിന്മ ചെയ്താൽ നിങ്ങൾ നരകത്തിലെത്തുമെന്ന റബ്ബിന്റെ സത്യവാഗ്ദാനത്തിന്റെ പുലർച്ചയാണിത്. വഅദ്തുകും ഫഅഖ്ലഫ്തുകും, ഞാൻ നിങ്ങളോട് പറഞ്ഞത് പെണ്ണെ തുണിയുരിക, നിന്റെ സ്വാതന്ത്ര്യത്തിന്റെ അടയാളം അതാണ്, പുരോഗമനത്തിന്റെ അടയാളം അതാണ്, നീ നേടിയെടുത്ത വളർച്ചയുടെ അടയാളം അതാണെന്ന് പറഞ്ഞ് ഞാൻ നിങ്ങളോട് വസ്ത്രമുരിയാൻ പറഞ്ഞിട്ടുണ്ട്. ലൈംഗിക സ്വാതന്ത്ര്യത്തിലേക്ക് ഞാൻ നിങ്ങളെ കൈപിടിച്ചു കൊണ്ടുപോയിട്ടുണ്ട്. നിങ്ങളോട് പല വാഗ്ദാനങ്ങളും ഞാൻ നൽകിയിട്ടുണ്ട്. ഞാനിതാ എന്റെ വാഗ്ദാനത്തെ ലംഘിച്ചിരിക്കുന്നു, ഞാനിതാ എന്റെ വാക്കുകൾ മുഴുവൻ തെറ്റിച്ചിരിക്കുന്നു. എന്നിട്ട് അവൻ പറയുകയാണ്, എനിക്ക് നിങ്ങളെ ഒരു അധികാരവും ഉണ്ടായിരുന്നില്ല, ഇല്ല അന്തഔതുകും, നിങ്ങളെ വിളിക്കുക എന്നതല്ലാതെ. ഫസ്തജബ്തും ലി, ഞാനൊന്ന് വിളിച്ചപ്പോ, ഞാൻ തെറ്റിലേക്ക് ക്ഷണിച്ചപ്പോ, ഷിർക്കിലേക്ക് ക്ഷണിച്ചപ്പോ, ബിദ്അത്തിലേക്ക് ക്ഷണിച്ചപ്പോ, വൻപാപത്തിലേക്ക് ക്ഷണിച്ചപ്പോ, ചെറുപാപത്തിലേക്ക് ക്ഷണിച്ചപ്പോ, വഞ്ചനയിലേക്ക്, തെറ്റിലേക്ക്, കുറ്റത്തിലേക്ക്, ഹക്കും ബാത്തിലും നോക്കാത്ത ജീവിതത്തിലേക്ക് ഞാൻ ക്ഷണിച്ചപ്പോ ഒരു മടിയും കൂടാതെ എന്നിലേക്ക് വന്നില്ലേ? അതുകൊണ്ട് ഫലാ തലൂമൂനി വലൂമൂ അൻഫുസകും, നിങ്ങൾ എന്നെ കുറ്റപ്പെടുത്തേണ്ടതില്ല, നിങ്ങൾ നിങ്ങളുടെ സ്വന്തത്തെ തന്നെ കുറ്റപ്പെടുത്തുക എന്ന് ആ നരകത്തിൽ വെച്ച് ശൈത്താൻ പറയുമെന്നാണ്, ഇബ്ലീസ് പറയുമെന്നാണ്. അദാബും മുഹീൻ, നിന്ദ്യമായ ശിക്ഷയാണ്, അപമാനകരമായ ശിക്ഷയാണ്. അതുകൊണ്ട് തന്നെ പ്രിയപ്പെട്ടവരെ, എന്റെയും നിങ്ങളുടെയും ജീവിതത്തിന്റെ ലക്ഷ്യമെന്ന് പറയുന്നത് ആ നരകമോചനം നേടിയെടുക്കുക എന്നതാണ്. അഭീകരമായ നരകത്തിൽ നിന്ന് മോചനം നേടിയെടുക്കുക എന്നത് തന്നെയാണ് ജീവിതത്തിന്റെ സകല പരിശ്രമത്തിന്റെയും സകല
പ്രവർത്തനത്തിന്റെയും ആത്യന്തികമായ ലക്ഷ്യമെന്ന് നാം അടിവരയിട്ട് മനസ്സിലാക്കുക. ആ നരകത്തിൽ നിന്ന് മോചനം ലഭിക്കുക എന്ന് മാത്രമല്ല, അല്ലാഹു സുബ്ഹാനഹു വ തആല ഒരുക്കി വെച്ച നമ്മുടെ ഉമ്മയും വാപ്പയും ഇറങ്ങി വന്ന ആ തറവാടുണ്ടല്ലോ, ആ സ്വർഗമുണ്ടല്ലോ, ആ സ്വർഗത്തിലേക്ക് വീണ്ടും ചെന്നു ചേർന്നണയുക എന്നത് തന്നെയാണ് നമ്മളുടെ ലക്ഷ്യം. പരിശുദ്ധ ഖുർആനിൽ സൂറത്ത് സുമറിലൂടെ ലോകത്തിന്റെ രക്ഷിതാവ് ആ സുന്ദരമായ രംഗത്തെക്കുറിച്ച് നമുക്ക് പറഞ്ഞു തരികയാണ്. നിങ്ങൾക്കറിയുമോ എന്തിനു വേണ്ടിയാണ് നാഥൻ നരകത്തെക്കുറിച്ച് സംസാരിക്കുന്നത്? നരകത്തിൽ നിന്ന് മോചനം നേടാൻ നാം പരിശ്രമിക്കാൻ വേണ്ടിയാണ്. എന്തിനു വേണ്ടിയാണ് റബ്ബ് സ്വർഗത്തെക്കുറിച്ച് സംസാരിക്കുന്നത്? ആ സ്വർഗത്തിന്റെ അനുഗ്രഹങ്ങൾ കണ്ടും കേട്ടുമറിഞ്ഞും ആ സ്വർഗത്തിന് വേണ്ടി പ്രവർത്തിക്കാനുള്ള ഒരു മനസ്സും സാന്നിധ്യവും നമുക്കിടയിൽ ഉണ്ടാക്കിയെടുക്കാൻ വേണ്ടി തന്നെയാണ്. അല്ലാഹു പറയുകയാണ്, വസീഖല്ലദീന തഖൗ റബ്ബഹും ഇലൽ ജന്നതി സുമറാ ഹത്താ ഇദാ ജാഊഹാ വഫുതിഹത് അബ്വാബുഹാ വഖാല ലഹും ഖസനതുഹാ സലാമുൻ അലൈക്കും തുബ്തും ഫദ്ഖുലൂഹാ ഖാലിദീൻ. തഖ്വ കൊണ്ട് ജീവിതത്തെ ധന്യമാക്കിയ ആളുകൾ കൂട്ടം കൂട്ടമായി സ്വർഗത്തിലേക്ക് പോകുമ്പോൾ ആ യാത്ര തന്നെ നിങ്ങളൊന്ന് ആലോചിച്ച് നോക്ക് പ്രിയപ്പെട്ടവരെ. മഹാനായ റസൂൽ കരീം സല്ലല്ലാഹു അലൈഹി വസല്ലമ ആ യാത്രാ സംഘത്തെ കുറിച്ച് വിവരിച്ചിട്ടുണ്ട്. അതിന്റെ ഏറ്റവും മുന്നിൽ നടക്കുന്ന ആളുകളുടെ മുഖങ്ങൾ പൂർണ്ണചന്ദ്രനെ പോലെ പ്രകാശിക്കുന്നുണ്ടാവും. അതിന്റെ പിന്നിലുള്ള ആളുകളുടെ മുഖങ്ങൾ നക്ഷത്രങ്ങൾ പോലെ പ്രകാശിക്കുന്നുണ്ടാവും. അതിന്റെ പിന്നിലേക്ക് വരുമ്പോൾ പ്രകാശം ഇങ്ങനെ കുറഞ്ഞു വരികയാണ്. അള്ളാന്റെ റസൂൽ പറയുകയാണ്, അന്ത്യനാൾ സംഭവിക്കുന്നത് ഈ ഉമ്മത്തിലാണ്, ദജ്ജാൽ വരുന്നത് ഈ ഉമ്മത്തിലാണ്, യാജൂജ് മാജൂജ് വരുന്നത് ഈ ഉമ്മത്തിലാണ്. പക്ഷേ നാളെ പരലോകത്തെ ഏറ്റവും ആദ്യം സ്വർഗത്തിൽ കിടക്കുന്നത് ഈ ഉമ്മത്താണെന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ആദ്യമായി സ്വർഗ കവാടം കടന്നുകൊണ്ട് ആ സ്വർഗീയ അനുഗ്രഹത്തിലേക്ക് കാലെടുത്ത് വെക്കുന്നത് മുഹമ്മദ് നബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയാണെന്ന് കളവ് പറയാത്ത, നുണ പറയാത്ത പ്രവാചകൻ തന്നെ ഈ അധ്യാപനത്തിലൂടെ കൃത്യമായി നമുക്ക് പഠിപ്പിച്ചു തന്നിട്ടുണ്ട്. പ്രിയപ്പെട്ടവരെ, ആ സ്വർഗത്തിലേക്ക് സ്വർഗവാസികൾ അങ്ങനെ അടുക്കുമ്പോ 8 വാതിലുകളാണ് സ്വർഗത്തിനുള്ളത്. നരകത്തിന് 7 വാതിലുകളാണുള്ളത്. ലഹാ സബ്അതു അബ്വാബ് ലികുല്ലി ബാബിൻ മിൻഹും ജുസ്ഉം മഖ്സൂം. നരകത്തിന് 7 വാതിലുകളുണ്ട്. ആ 7 വാതിലുകളിലും നിർണയിക്കപ്പെട്ട ആളുകൾ ആ വാതിലുകളിലൂടെ കടന്നു പോകുന്നതാണ്. അതുപോലെ തന്നെ സ്വർഗത്തിന് 8 വാതിലുകളുണ്ട്. ഓരോ വാതിലിനും അതിൻ്റെതായ അഹ്ലുകാരുണ്ട്. സ്വർഗത്തിൽ ബാബു സ്വലാത്ത് ഉണ്ട്, ബാബുൽ ജിഹാദ് ഉണ്ട്, ബാബു സ്വദഖയുണ്ട്, ബാബു സബ്റുണ്ട്, ബാബുൽ ഹജ്ജ് ഉണ്ട്, ബാബുർ റയ്യാൻ ഉണ്ട്, ബാബു ദിക്റുണ്ട്. ഇങ്ങനെ 8 വാതിലുകൾ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം നമുക്ക് പഠിപ്പിച്ചു തരുന്നു. അതിലൊരു വാതിലിന്റെ ഒരു തൂണിൽ നിന്ന് മറ്റേ തൂണിലേക്കുള്ള വഴിദൂരമായി പ്രവാചകൻ പറഞ്ഞു തരുന്നത് 40 വർഷത്തെ വഴിദൂരമാണ്. 40 കൊല്ലം വേഗത്തിൽ സഞ്ചരിക്കുന്ന ഒരു സഞ്ചാരിയുടെ വഴിദൂരമാണ്. സ്വർഗത്തിലൊരു വാതിൽ പൊളിയുടെ അടുത്ത് നിന്ന് അടുത്ത വാതിൽ പൊളിയുടെ അടുത്തേക്കെന്ന് ലോകത്തിന്റെ രക്ഷിതാവിന്റെ ദൂതൻ നമുക്ക് പറഞ്ഞു തരികയാണ്. പ്രിയപ്പെട്ടവരെ, നമസ്കാരത്തോട് കൂടുതൽ ആഭിമുഖ്യമുള്ള ആളുകൾ, നമസ്കാരത്തോട് കൂടുതൽ അടുപ്പമുള്ള ആളുകൾ ബാബു സ്വലാത്തിലൂടെ, ജിഹാദിനോട് ഇഷ്ടമുള്ള ആളുകൾ ബാബുൽ ജിഹാദിലൂടെ, സ്വദഖയോട് ഇഷ്ടമുള്ള ആളുകൾ ബാബു സ്വദഖയിലൂടെ, അദ്കാറുകളോട് ഇഷ്ടമുള്ള ആളുകൾ ബാബു ദിക്റിലൂടെ, നോമ്പിനോട് ഇഷ്ടമുള്ള ആളുകൾ ബാബു റയ്യാനിലൂടെ, ഇങ്ങനെ വ്യത്യസ്തമായ വാതിലിലൂടെ മനുഷ്യവംശമതാ സ്വർഗവാസികളതാ സ്വർഗത്തിലേക്ക് കടക്കുകയാണ്. ഈ ഹദീസ് ഇങ്ങോട്ട് വിശദീകരിച്ച് കഴിയുമ്പോൾ അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹു റസൂലുള്ളാഹിനോട് ചോദിക്കുകയാണ്, യാ റസൂലല്ലാഹ്, ഈ 8 വാതിലുകളിലൂടെയും പ്രവേശനം നൽകപ്പെടുന്ന ആരെങ്കിലും ഉണ്ടോ? അല്ലാഹുവിന്റെ റസൂൽ മറുപടി പറയുകയാണ്, അർജു അൻ തകൂന മിൻ യാ അബൂബക്കർ, അങ്ങ് അതിൽപ്പെട്ട ആ വിഭാഗത്തിൽപ്പെട്ട ആളാണ്. 8 വാതിലുകളിൽ നിന്നും വിളിക്കപ്പെടുന്ന 8 വാതിലുകളിലൂടെയും സ്വർഗത്തിലേക്ക് പ്രവേശനം നൽകപ്പെടുന്ന ഭാഗ്യം ലഭിച്ച ആളാണ് താങ്കളെന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറയുന്നു. പ്രിയപ്പെട്ടവരെ, ആ സ്വർഗത്തിന്റെ അനുഗ്രഹം എന്തൊക്കെയാണ്? വസ്ഹാബുൽ യമീനി മാ അസ്ഹാബുൽ യമീൻ ഫീ സിദ്രിൻ മഖ്ദൂദ് വതൽഹിം മംദൂദ് വദല്ലിം മംദൂദ് വമാഇൻ മസ്കൂബ് വഫാകിഹത്തിൻ കസീറ ലാ മഖ്തൂഅത്തിൻ വലാ മംനൂഅ. ഞാൻ ഒരുപാട് വിശദീകരിക്കുന്നില്ല. സൂറത്തുൽ വാഖിയുടെ അർത്ഥമെടുത്ത് നിങ്ങളൊന്ന് വായിച്ചു നോക്കുക. സൂറത്തുർ റഹ്മാനിന്റെ അർത്ഥം വായിക്കുക, സൂറത്ത് ദഹ്റിന്റെ അർത്ഥം വായിക്കുക. പരിശുദ്ധ ഖുർആനിന്റെ വചനങ്ങളിലൂടെ ആയത്തുകളിൽ നിന്ന് ആയത്തുകളിലേക്ക് നാം ഇങ്ങനെ സഞ്ചരിക്കുമ്പോ പരലോകത്തെ സ്വർഗവാസികൾക്ക് റബ്ബ് സുബ്ഹാനഹു വ തആല ഒരുക്കി വെച്ചു കൊടുത്ത എണ്ണമറ്റ അനുഗ്രഹത്തിന്റെ വിവരണം കൃത്യമായി നമുക്ക് കാണാൻ കഴിയും. പ്രിയപ്പെട്ടവരെ, ഒരു കണ്ണും കാണാത്ത, ഒരു ചെവിയും കേൾക്കാത്ത, ഒരു മനുഷ്യ ഹൃദയവും വിഭാവന ചെയ്യാൻ, ഒരു കവി ഹൃദയത്തിനും ഭാവിക്കാൻ
കഴിയാത്ത അത്രയും സുന്ദരമായ, നയനാനന്ദകരമായ, കർണാനന്ദകരമായ ആ സ്വർഗത്തിലേക്ക് വേണ്ടിയുള്ള പരിശ്രമമാണ് പ്രിയപ്പെട്ടവരെ നമ്മുടെ ജീവിതത്തിന്റെ ലക്ഷ്യം. കിടമത്സരം നടത്തുന്നവർ ആ സ്വർഗത്തിന്റെ പ്രവേശനത്തിന് വേണ്ടി കിടമത്സരം നടത്തട്ടെ, മത്സരിക്കുന്നവർ അതിനു വേണ്ടി മത്സരിക്കട്ടെ എന്ന് ലോകത്തിന്റെ രക്ഷിതാവ് പരിശുദ്ധ ഖുർആനിൽ കൃത്യമായി നമുക്ക് പറഞ്ഞു തരുന്നു. അതുകൊണ്ട് തന്നെ പ്രിയപ്പെട്ടവരെ, 3 കാര്യങ്ങളാണ് ഞാൻ ഇവിടെ സംസാരിച്ചത്. ഒന്നാമത്തത്, നമ്മെ പടച്ചതിലൂടെയുള്ള അള്ളാഹുവിന്റെ ലക്ഷ്യം എന്താണ്? അള്ളാഹുവിനെ ഇബാദത്ത് ചെയ്യുക എന്നതാണ്. അള്ളാഹുവിനെ ഇബാദത്ത് ചെയ്യുക എന്നത് മാത്രമല്ല, അള്ളാഹുവിനെ മാത്രം ഇബാദത്ത് ചെയ്യുക എന്നതാണ്. ആ ഇബാദത്ത് ചെയ്യേണ്ടത് എങ്ങനെയാണ്? അതിന്റെ രീതികൾ വിശദീകരിക്കുന്നതാണ് റിസാലത്ത് എന്ന് പറയുന്നത്. ആ റിസാലത്തിലൂടെ അള്ളാഹുവിന്റെ ലക്ഷ്യം സാക്ഷാത്കരിച്ചുകൊണ്ട് നാം മുന്നോട്ട് പോയാൽ നാം നേടിയെടുക്കുന്ന ലക്ഷ്യത്തിന്റെ പേരാണ് സ്വർഗം എന്ന് പറയുന്നത്, നരകമോചനം എന്ന് പറയുന്നത്. മാത്രമല്ല പ്രിയപ്പെട്ടവരെ, റബ്ബിന്റെ ലക്ഷ്യത്തിൽ നാം ഉറച്ചു നിന്ന് കഴിഞ്ഞാൽ, അള്ളാഹുവിന്റെ ലക്ഷ്യത്തിൽ നാം ഉറച്ചു നിന്ന് കഴിഞ്ഞാൽ, മനുഷ്യന്റെ പ്രകൃതത്തിൽ പടച്ചിറപ്പുണ്ടാക്കിയെടുത്ത ആ ലക്ഷ്യത്തിൽ നാം ഉറച്ചു നിന്ന് കഴിഞ്ഞാൽ, റബ്ബ് പറയുന്നു, ഈ ദുനിയാവിൽ നിങ്ങൾ അനുഭവിക്കുന്ന സകല പ്രയാസങ്ങളും ഞാൻ മാറ്റിത്തരാം. സൽക്കർമ്മകാരികളെ, ഈമാനുള്ളവരെ, ഞാനിതാ നിങ്ങൾക്ക് വാക്ക് നൽകുന്നു. അള്ളാഹുവിന്റെ വാക്കാണ്. ഞാനിതാ നിങ്ങൾക്ക് വാക്ക് നൽകുന്നു. എന്തൊക്കെയാണ് വാക്കുകൾ? നിങ്ങൾക്ക് അധികാരം നൽകാം. ചുരുക്കി പറഞ്ഞാൽ നിങ്ങൾക്ക് അധികാരം നൽകാം. നിങ്ങൾക്ക് ശക്തി നൽകാം, പ്രാബല്യം നൽകാം. ഭയപ്പാടിന് ശേഷം ഞാൻ നിങ്ങൾക്ക് നിർഭയത്വം നൽകാം. പകരമായി നിങ്ങൾ എന്താണ് ചെയ്യേണ്ടത്? യഅ്ബുദൂനനി, നിങ്ങളെ ഞാൻ എന്തിനു വേണ്ടിയാണോ പടച്ചത് ആ ലക്ഷ്യം പൂർത്തീകരിക്കുക. നിങ്ങളുടെ ജീവിതത്തിന്റെ ലക്ഷ്യം പൂർത്തീകരിക്കുക. എന്താണ് ജീവിത ലക്ഷ്യം? യഅ്ബുദൂനനി, എന്നെ നിങ്ങൾ ആരാധിക്കുക. ഏത് രീതിയിൽ ആരാധിക്കുക? ലാ യുശ്രികൂന ബി ശൈആ, എന്നിൽ ഒന്നിനെയും പങ്കു ചേർക്കാതെ നിങ്ങൾ ആരാധിക്കുക. ഞാൻ നിങ്ങളെ പടച്ച ലക്ഷ്യം നിങ്ങൾ പൂർത്തീകരിച്ചാൽ ഈ ദുനിയാവിൽ നിന്ന് തന്നെ നിങ്ങളുടെ ലക്ഷ്യമായ സുഖവും സന്തോഷവും ശക്തിയും അധികാരവും നിർഭയത്വവും എല്ലാം ഞാൻ പകരം നൽകും. എന്നിട്ട് നിങ്ങൾ മരിച്ച് എൻ്റെ അടുത്തേക്ക് തിരിച്ചു വന്നു കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഭാവിക്കാൻ പോലും കഴിയാത്ത, നിങ്ങൾക്ക് വിവരിക്കാൻ പോലും കഴിയാത്ത അത്രയും വലിയ അനുഗ്രഹങ്ങൾ കൊണ്ട് നാം നിങ്ങളെ മൂടുകയും ചെയ്യുമെന്ന് അല്ലാഹു സുബ്ഹാനഹു വ തആല പറയാണ്. പ്രിയപ്പെട്ടവരെ, പരിശുദ്ധ ഖുർആനിലൂടെ നാം സഞ്ചരിക്കുക. അത്ഭുതകരമായ, അത്ഭുതത്തിന്റെ സാഗരമായ ഖുർആനിന്റെ ആയത്തുകളിലൂടെ നമ്മൾ സഞ്ചരിക്കുക. ഖുർആൻ നമുക്ക് പറഞ്ഞു തരും എന്താണ് നമ്മുടെ ജീവിതത്തിന്റെ ലക്ഷ്യം എന്ന് പറയുന്നത്. പ്രിയപ്പെട്ടവരെ, 3 ആയത്തുകൾ മാത്രമാണ്, 3 ലക്ഷ്യങ്ങളാണ് പരിശുദ്ധ ഖുർആനിന്റെ 3 ഇതിവൃത്തങ്ങളാണ് ഞാൻ ഇവിടെ സംസാരിച്ചത്. 5 ആയത്തുകളിൽ പരിശുദ്ധ ഖുർആനിന്റെ 3 ലക്ഷ്യങ്ങളും കൃത്യമായി അല്ലാഹു സുബ്ഹാനഹു വ തആല വിവരിച്ചു തന്നിട്ടുണ്ട്. ഒന്നാമത്തെ 2 ആയത്തിലൂടെ, 21, 22 ആയത്തിലൂടെ തൗഹീദ് പറഞ്ഞു. അതുപോലെ തന്നെ 23-ാമത്തെ ആയത്തിലൂടെയും 24-ാമത്തെ ആയത്തിന്റെ അരഭാഗത്തിലൂടെയും അല്ലാഹു റിസാലത്ത് പറഞ്ഞു. 24-ാമത്തെ ആയത്തിലൂടെയും 25-ാമത്തെ ആയത്തിലൂടെയും റബ്ബ് സുബ്ഹാനഹു വ തആല കൃത്യമായി ആഖിറവും പറഞ്ഞു. ഈ ആയത്തുകൾ നിങ്ങളൊന്നെടുത്ത് വായിച്ചു നോക്കുക, പഠിച്ചു നോക്കുക. മനുഷ്യ ജീവിതത്തിന്റെ ലക്ഷ്യത്തെക്കുറിച്ചും സൃഷ്ടാവിന്റെ ലക്ഷ്യത്തെക്കുറിച്ചും അതിലേക്ക് എത്താനുള്ള വഴികളെക്കുറിച്ചുമെല്ലാം കൃത്യമായി ഈ ആയത്തുകൾ വിശദീകരിക്കുന്നുണ്ട്. അല്ലാഹു സുബ്ഹാനഹു വ തആല നമ്മുടെ ജീവിതത്തിന്റെ യഥാർത്ഥ ലക്ഷ്യമായ പരലോകമോക്ഷം, സ്വർഗപ്രവേശനം, നരകമോചനം നേടിയെടുക്കാൻ നമുക്ക് ഏവർക്കും തൗഫീഖ് നൽകുമാറാകട്ടെ. ഈ ലോകത്ത് പല ഭാഗങ്ങളിലായി മുസ്ലിം ഉമ്മത്ത് അനുഭവിച്ചു കൊണ്ടിരിക്കുന്ന വേദനകൾക്കും പ്രയാസങ്ങൾക്കും യഥാർത്ഥ പരിഹാരമായ തൗഹീദിലേക്ക്, ആ വഹ്ദാനിയത്തിലേക്ക് അല്ലാഹു സുബ്ഹാനഹു വ തആല ഈ ഉമ്മത്തിനെ അടുപ്പിക്കുമാറാകട്ടെ. അതിലാണ് യഥാർത്ഥ മോചനമെന്ന് തിരിച്ചറിയാൻ ഈ ഉമ്മത്തിന് അല്ലാഹു കഴിവും കെൽപ്പും നൽകുകയും ചെയ്യട്ടെ. റബ്ബന ആതിനാ ഫിദ്ദുനിയ ഹസന വഫിൽ ആഖിറതി ഹസനത വഖിനാ അദാബന്നാർ. റബ്ബന തഖബ്ബൽ മിന്നാ ഇന്നക അൻതസ് സമീഉൽ അലീം വതുബ് അലൈനാ ഇന്നക അൻത തവ്വാബുർ റഹീം. വആഖിറു ദഅവാനാ അനിൽ ഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. വസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി.